ഗുഡ് ഈവനിങ്. നമ്മുടെ കഥയുടെ 77ാമത്തെ പങ്ക്തിയാണിന്ന്. അതുകൊണ്ട് തന്നെ നമുക്കൊരു കഥാമാല സൃഷ്ടിക്കാം. ചെറിയ ചെറിയ കഥകളിലൂടെ നമുക്ക് മുന്നോട്ട് പോകാം. അപ്പൊ ഇന്നത്തെ ദിവസം ആദ്യമായിട്ട് കഥ പറയുന്നത് ജോഷ് സാർ ആയിരിക്കും. ജോഷ് സാറിനെ പ്രത്യേകം ക്ഷണിക്കുന്നു. ജോഷ് സാർ, വെൽക്കം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പതിവ് പോലെ ചൊവ്വാഴ്ചയിലെ നമ്മുടെ കഥയിലേക്ക് കടക്കുകയാണ്. ഇന്ന് 70-ലധികം ദിവസങ്ങളായി ഈ പ്ലാറ്റ്ഫോമിൽ കഥകൾ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. എന്നാൽ എണ്ണം 70 അല്ല, പല ദിവസങ്ങളിൽ എണ്ണം കൂടുതൽ പറയുന്നത് കൊണ്ട് ധാരാളം എണ്ണം കഥകൾ നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലൂടെ കടന്നുപോയി. ഞാൻ തന്നെ പലതരത്തിലുള്ള കഥകൾ പറഞ്ഞു. ഓരോ തവണ പറയുമ്പോഴും എന്തെങ്കിലും ഒരു വ്യത്യസ്ത രീതി ഉണ്ടാകണം എന്ന, അല്ലെങ്കിൽ ഒരു തരത്തിലുള്ള കഥയായിരിക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ടാണ് ഓരോ തവണയും ഓരോന്നും പറയുന്നത്. വിദേശ ഭാഷകളിൽ നിന്ന് കടം കൊണ്ട ചില കഥകൾ പറഞ്ഞിട്ടുണ്ട്, നർമ്മകഥ പറഞ്ഞിട്ടുണ്ട്, ഡിറ്റക്റ്റീവ് കഥ പറഞ്ഞിട്ടുണ്ട്, ഓണത്തോടനുബന്ധിച്ച് കുറെ അധികം കഥകൾ പറഞ്ഞു, ഗാന്ധി ജയന്തിയോടനുബന്ധിച്ച് കുറെ അധികം ഗാന്ധി കഥകൾ പറഞ്ഞു. അങ്ങനെ നിരവധി കഥകൾ പറഞ്ഞ് സ്പോർട്സ് കഥ പറഞ്ഞു. ഇന്ന് മറ്റൊരു പ്രത്യേകതയുള്ള ഒരു കഥയാണ് ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്നത്. ആ പ്രത്യേകത എന്താണെന്ന് കേട്ടുകഴിഞ്ഞ് നിങ്ങൾക്ക് മനസ്സിലാക്കാം. നമുക്ക് തുടങ്ങാം. ഈ കഥ ദീപികയുടെ 2024 വാർഷിക പതിപ്പിൽ പ്രസിദ്ധീകരിച്ചു വന്ന ഒരു കഥയാണ്. ഇത് തിരഞ്ഞെടുക്കാനുള്ള ഒരു കാരണം, എൻ്റെ ഒരു സുഹൃത്ത് എഴുതിയ കഥയാണിത്. അതാണ് അതിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ജോൺസൺ പൂവന്തുരുത്ത് എന്ന് പറയുന്ന ആളാണ് ഇതിൻ്റെ രചയിതാവ്. കഥയുടെ പേര് തുള്ളിക്കൊരു ഇടം. എത്ര നേരമായി ഈ യാത്ര തുടങ്ങിയിട്ടെന്ന് അറിയില്ല. അതിവേഗം താഴേക്ക് പോരുമ്പോൾ അവൾ ചുറ്റും നോക്കി. നല്ല ഇരുട്ടാണ്. കൂട്ടുകാരുടെ കലപില ശബ്ദം ചുറ്റും കേൾക്കാം. വഴി കാണിക്കാൻ എന്ന മട്ടിൽ പെട്ടെന്ന് ഒരു മിന്നൽ, പിന്നാലെ കാതടപ്പിക്കുന്ന ഒരിടിയും. ആ മിന്നലിന്റെ വെളിച്ചത്തിൽ കൂട്ടുകാരെയും ബന്ധുക്കളെയും മറ്റു പലരെയും കണ്ടു. അവരൊക്കെ വലിയ ആവേശത്തിലാണെന്ന് തോന്നുന്നു. എത്രയോ ദിവസമായി മാനത്ത് കാത്തിരുന്ന് മടുത്തിട്ടാണ് പോരാൻ അനുമതി കിട്ടിയത്. കാറ്റ് വന്ന് അനുമതി തരാതെ ആർക്കും താഴേക്ക് പോരാനാവില്ലല്ലോ. താൻ എത്രാമത്തെ പ്രാവശ്യമായിരിക്കും ഈ യാത്ര നടത്തുന്നത്? അവൾ ഓർത്തെടുക്കാൻ ശ്രമിച്ചു. പെട്ടെന്ന് വീശിയടിച്ച കാറ്റ് തന്നെ ഒരു വശത്തേക്ക് വലിച്ചുകൊണ്ട് പോവുകയാണോ എന്ന് തോന്നി. നല്ല കുളിരും തണുപ്പും. ആടി ഉലഞ്ഞുള്ള സഞ്ചാരം ആർത്തിരമ്പി ആസ്വദിക്കുന്ന തിരക്കിലാണ് കൂട്ടുകാരെല്ലാവരുമെന്ന് തോന്നുന്നു. പൊതുവെ വായാടിയായ ഒരു കൂട്ടുകാരി കൂടെയുള്ള മറ്റുള്ളവരോട് എന്തൊക്കെയോ പറയുന്നുണ്ട്. അവൾ എന്തായിരിക്കും പറയുന്നത്? എന്നെക്കുറിച്ച് എന്തെങ്കിലും ആയിരിക്കും. പതിയെ ചെവി ഓർത്തു. കഴിഞ്ഞ കാലവർഷകാലത്ത് ഇതുപോലെ ആർത്തിരമ്പി വന്ന അവൾക്കും സംഘത്തിനും ഒരു മലഞ്ചെരുവിൽ ഉരുൾപൊട്ടൽ ഉണ്ടാക്കാൻ കഴിഞ്ഞത്രേ. വീടുകളെയും ആളുകളെയും പാറകളെയും കെട്ടിടങ്ങളെയും ഒക്കെ കുത്തിയൊലിപ്പിച്ചു കൊണ്ടുപോയതിൻ്റെ വീരകഥകളാണ് അവൾ കൂട്ടുകാരോട് വിവരിച്ചുകൊണ്ടിരിക്കുന്നത്.
ഒരു വീടിനെയും അതിലുള്ളവരെയും ഉറക്കത്തിൽ വലിച്ചു താഴേക്ക് കൊണ്ടുപോയതിന്റെ കഥ പറഞ്ഞിട്ട് എന്ത് രസമായിരുന്നെന്നറിയാമോ എന്ന് ചോദിച്ചവൾ പൊട്ടിച്ചിരിച്ചു. ഒപ്പം കൂട്ടുകാരും. ഇത്തവണയും അങ്ങനെ ഏതെങ്കിലും ഇടം കിട്ടിയാൽ മതിയായിരുന്നു. പുഴയിലും തോട്ടിലും വീണ് മടുത്തു. ആരുടെയോ ആത്മകഥ. സങ്കടവും ദുരിതവുമായി പെയ്യാനാണ് ഇവർക്കൊക്കെ ഇഷ്ടമെന്ന് തോന്നുന്നു. ചിരിയും ചിണുങ്ങലും തലോടലുമൊക്കെയുള്ള മഴകൾ കവിതകളിലും കഥകളിലും മാത്രമേ ഉള്ളൂ. ഇത്തവണ പോരാനിറങ്ങിയപ്പോൾ തന്നെ തീരുമാനിച്ചതാണ് ഈ കണ്ണീർ മഴയാകാൻ വയ്യ. ഏതഴകിൽ നിന്നും അഴുക്കിലേക്ക് ഒരു തുള്ളി അകലമേയുള്ളൂ. സമാധാനവും സന്തോഷവും വൃത്തിയും വിശുദ്ധിയുമുള്ള എവിടെയെങ്കിലും ഒരു തുള്ളിയായി പെയ്യണം. അങ്ങനെ ഒരിടം കാണുമോ ഈ മണ്ണിൽ? ഓർമ്മകൾ പിന്നിലേക്ക് പാഞ്ഞു. ആദ്യമൊക്കെ വന്നപ്പോഴെല്ലാം വീണത് വയലിലായിരുന്നു. തുള്ളിത്തുളുമ്പി കിടക്കുന്ന വയലുകൾക്ക് എന്തൊരു ഭംഗിയായിരുന്നു. എന്നാൽ ഏതാനും വർഷങ്ങളായി വഴിയിലും കെട്ടിടങ്ങൾക്കും മുകളിലുമൊക്കെയാണ് കാലുകുത്താൻ ഇടം കിട്ടുന്നത്. ഇതിനിടെ കൂട്ടുകാർ ആരോ പറയുന്നത് കേട്ടു, വയലുകൾ പലതും മനുഷ്യൻ നികത്തിയെന്ന്. വയലുകൾ ഇല്ലാതായതോടെ ഒന്ന് വിശ്രമിക്കാൻ പോലും സമയം കിട്ടില്ലെന്നതാണ് സത്യം. വീണാലുടൻ ഒഴുകി തുടങ്ങണം. ഇത്തവണ ഞാൻ നല്ല ഇടങ്ങളിൽ എവിടെങ്കിലും ചേരുമെന്ന് അമ്മയോട് പറഞ്ഞിട്ടാണ് ഇറങ്ങിയത്. എന്നാൽ 3 ദിനങ്ങളെ മുന്നിലുള്ളെന്ന് അമ്മ ഓർമ്മിപ്പിച്ചിരുന്നു. അത് കഴിഞ്ഞാൽ പൊരിഞ്ഞ വെയിലായിരിക്കുമെന്ന് കാലാവസ്ഥാ പ്രവചനം ഉണ്ടത്രേ. പൊള്ളുന്ന ചൂടായിരിക്കും. അതിനു മുമ്പ് നല്ലൊരിടം കണ്ടെത്താനായില്ലെങ്കിൽ ആവിയായത് തന്നെ. ഓരോന്ന് ചിന്തിച്ച് സമയം പോയത് അറിഞ്ഞില്ല. നേരം പുലരുകയാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഒപ്പം പാഞ്ഞു പോരുന്ന കൂട്ടുകാരെ പലരെയും അവ്യക്തമായി കാണാം. താഴെയും എന്തൊക്കെയോ മങ്ങിയ കാഴ്ചകൾ. ഏതോ മലഞ്ചെരുവ് ലക്ഷ്യമാക്കി കൂട്ടത്തോടെ ഇടിച്ചിറങ്ങാനാണ് കൂട്ടുകാരിയുടെയും സംഘത്തിന്റെയും പദ്ധതി. തന്നെ വിളിച്ചെങ്കിലും ഒഴിഞ്ഞു മാറി. ആവിയാകുന്നെങ്കിൽ അങ്ങനെ ആവട്ടെ. എന്നാലും കണ്ണീർ പുഴയാകാനില്ല. ഇങ്ങനെയൊക്കെ ആത്മകഥം ചെയ്തെങ്കിലും വൈകാതെ എവിടെങ്കിലും ചെന്ന് ഇറങ്ങാതിരിക്കാൻ തനിക്കാവില്ലെന്ന് അവൾ തിരിച്ചറിഞ്ഞു. താഴേക്ക് നോക്കി. ഈശ്വരാ, വായി തുറന്ന വലിയൊരു മാലിന്യത്തോടാണല്ലോ നേരെ താഴെ. ഒന്നുകൂടി സൂക്ഷിച്ചു നോക്കി. ഞെട്ടിപ്പോയി. പ്ലാസ്റ്റിക്കും വിസർജ്യങ്ങളും കൂടിക്കുഴഞ്ഞ് ലാവാ പോലെ ഒഴുകുന്നു. അതിലേക്ക് വീണാൽ ചിന്തിക്കാൻ കൂടി ആവുന്നില്ല. ഇടയ്ക്കിടെ വീശിക്കൊണ്ടിരുന്ന കാറ്റിനൊപ്പം അവളും നീങ്ങി. പുഴയല്ലേ അവിടെ കാണുന്നത്? ഇറങ്ങിയാലോ? അല്പം കൂടി താഴേക്ക് ചെന്നതും സംശയം. കറുത്ത നിറത്തിലെന്തോ പരക്കുന്നുവോ പുഴയിൽ. രാസമാലിന്യം തന്നെ. പാവം മീനുകളൊക്കെ ചത്ത് മലർച്ചിട്ടുണ്ട്. ഇതിനിടെയാണ് അല്പമകലെ ഒരു പുകച്ചുരുൾ മുകളിലേക്ക് ഉയരുന്നത് കണ്ടത്. ആഹാ, വിശാലമായ സ്ഥലം.
മഴയത്തും അണഞ്ഞിട്ടില്ലല്ലോ ആ പുകച്ചുരുൾ. എന്തായിരിക്കും അവിടെ? താഴേക്ക് ചെന്നതും കണ്ണ് നീറി തുടങ്ങി. ഓ, ഇതൊരു മാലിന്യ മലയാണല്ലോ. ചീഞ്ഞളിഞ്ഞ മാലിന്യങ്ങൾക്കിടയിൽ കൊതുകും നായ്ക്കളും എല്ലാം ഉണ്ട്. ഈ മാലിന്യ കുപ്പയിൽ പതിക്കാനല്ലല്ലോ താൻ ഇത്രയും കഷ്ടപ്പെട്ടത്. പെട്ടെന്നാണ് അടുത്ത വീടിന്റെ വരാന്തയിൽ നിന്ന് ഒരു ഗ്ലാസ് പുറത്തേക്ക് നീണ്ടുവന്നത്. മഴവെള്ളം പിടിക്കാൻ ആരോ നീട്ടിയ നല്ല വൃത്തിയുള്ള സ്ഫടികപാത്രം. ഇതല്ലേ താൻ ആഗ്രഹിച്ചതും തേടിയതും. ഇനി ഒരു നിമിഷം കളയാനില്ല. വൃത്തിയുള്ള ഗ്ലാസ്സിലേക്ക് ഇറങ്ങുക തന്നെ. ഉൾക്കുളിരോടെയും ആവേശത്തോടെയും അവൾ താഴേക്കുള്ള വേഗം കൂട്ടി. എന്നാൽ അടുത്ത നിമിഷം സ്തംഭിച്ച് അന്തരീക്ഷത്തിൽ നിന്നുപോയി. വരാന്തയിൽ നിന്ന് ഇറങ്ങിയവരിൽ ഒരാൾ മറിഞ്ഞ് മുറ്റത്തേക്ക് വീണിരിക്കുന്നു. ആകെ നനഞ്ഞ് നാശമായി അല്പവസ്ത്രധാരിയായി കിടന്ന കൂട്ടുകാരനെ പിടിച്ചെഴുന്നേൽപ്പിക്കാനുള്ള ശ്രമത്തിലാണ് മറ്റൊരാൾ. അകത്തുനിന്ന് നിലവിളിയോടെ ഓടി വന്ന ഒരു സ്ത്രീയും അയാൾക്കൊപ്പം ചേർന്നു. വീണ് കിടക്കുന്നവന്റെ ഭാര്യയാണ് ആ യുവതി എന്ന് തോന്നുന്നു. എന്തോ ഒന്നിന്റെ ഗന്ധം പരക്കുന്നുണ്ടല്ലോ. ശരിയാണ്, സംശയിച്ചത് തന്നെ. മദ്യം. കുടിച്ച് ലക്ക് കെട്ട സംഘം മഴവെള്ളം ഗ്ലാസിൽ പിടിച്ച് മദ്യത്തിൽ ചേർക്കാനുള്ള തിരക്കിലായിരുന്നു. ഒരു നിമിഷം കഴിഞ്ഞിരുന്നെങ്കിൽ ചിന്തിക്കാൻ കൂടി വയ്യ. ഇനി എന്താണ് വഴി? ലഹരിക്കടിമയായ മകനെ നോക്കി വഴിയോരത്തിരുന്ന് വിലപിക്കുന്ന ഒരമ്മയിൽ അവളുടെ കണ്ണുകൾ ഉടക്കി. ആ അമ്മയുടെ കണ്ണീരിൽ അലിഞ്ഞു ചേരേണ്ടി വരുമോ? അതല്ലെങ്കിൽ മാലിന്യക്കുളങ്ങൾ മാത്രമേ മുന്നിലുള്ളൂ? മറ്റൊരു വഴിയും കാണാതെ കണ്ണീരായി തീരാമെന്ന് ചിന്തിച്ച് വീഴാൻ തുടങ്ങിയതും ഒരു മണിനാദം. ഒന്ന് ചെവി ഓർത്തു. അത് അടുത്തെവിടെയോ ആണല്ലോ. അതൊന്നുകൂടി മുഴങ്ങി. ചുറ്റും നോക്കി. അതാ അല്പം അകലെ ഒരു ദേവാലയം. പള്ളിമണിയാണ് മുഴങ്ങിയത്. ഏതായാലും ഈ കണ്ണീരിൽ മുങ്ങണം. എങ്കിൽ ഒന്ന് പ്രാർത്ഥിച്ചിട്ടായാലോ? കുറെ പേർ പള്ളിയിലുണ്ട്, ഏറെയും മുതിർന്നവർ. അവിടെ എവിടെയായി ഏതാനും കുട്ടികളെയും കണ്ടു. പുരോഹിതൻ വിശുദ്ധ വേഷമൊക്കെ ധരിച്ച് അൾത്താരയിലുണ്ട്. വിശുദ്ധ കുർബാന അർപ്പണമാണ് നടക്കുന്നത്. കുറച്ചു നേരം അവൾ അൾത്താരയിലേക്ക് നോക്കി നിന്നു. പെട്ടെന്നാണ് കണ്ടത്, അതാ കാസയിലേക്ക് വീഞ്ഞു പകർത്തിയ പുരോഹിതൻ അടുത്തിരുന്ന സ്ഫടികപാത്രത്തിലേക്ക് ചെറിയൊരു സ്പൂൺ നീട്ടുന്നു. വീഞ്ഞിൽ 2 or 3 തുള്ളി വെള്ളം കൂടി ചേർക്കാനാവണം. വൈകിയില്ല. അവൾ ഒറ്റ കുതിപ്പായിരുന്നു. ഒരു നിമിഷം കൊണ്ട് അവൾ ആ സ്ഫടികപാത്രത്തിലേക്ക് മുഖം താഴ്ത്തി. അടുത്തെത്തിയ ആ സ്പൂണിലേക്ക് പരമാവധി ചേർന്ന് നിന്നു. സ്ഫടികപാത്രത്തിൽ നിന്ന് കാസയിലേക്ക് പോകുമ്പോൾ അവൾ താഴേക്ക് നോക്കി. ഏറെ പേരും കണ്ണടച്ച് പ്രാർത്ഥനയിലാണ്. അവളും ഒരു പുഞ്ചിരിയോടെ, തികഞ്ഞ നിർവൃതിയോടെ പതിയെ കണ്ണടച്ചു. ഈ ഒരു തുള്ളിയാകുന്നതിനപ്പുറം നിറഞ്ഞു തുളുമ്പുവാൻ ഒന്നുമില്ല. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. ഈ വെള്ളം പള്ളികളിൽ മാത്രമല്ല, ഈ മഴ നിർവൃതി അടയുന്നത് അമ്പലത്തിലെ തീർത്ഥജലമായും സംസം വാട്ടറായും
അങ്ങനെ പൂജയ്ക്കായി ഇത് മാറുമ്പോൾ ഒരുപക്ഷെ മനുഷ്യന്റെ ഈ വിക്രിയകൾക്കെല്ലാം ഒരു പരിഹാരം എന്നുള്ള നിലയിലോ തെല്ലൊരാശ്വാസം എന്ന നിലയിലോ ഈ വെള്ളത്തുള്ളി ആശ്വസിക്കുന്നു. ചിന്തകളുടെ ലോകത്തിലേക്ക് കടക്കുമ്പോൾ കഥയിലുമുണ്ടൊരു കാര്യം, സാരാംശം നമുക്ക് ചർച്ചയിലൂടെ കണ്ടെത്തുകയും ചെയ്യാം. ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. അടുത്തത് ഗോപകുമാർ സാറാണ്. ആർക്കെങ്കിലും ചെറിയ കഥകൾ റെഡിയായിട്ട് പറയാനുണ്ടെങ്കിൽ റെഡി ആയിക്കോളൂ. അടുത്ത ഗോപകുമാർ സാറായിരിക്കും, അതിനുശേഷം ശ്രീകുമാരി മാം ആയിരിക്കും പറയുന്നത്. ശ്രീകുമാർ സാർ ഉണ്ട്. നമസ്കാരം, എല്ലാവർക്കും നമസ്കാരം. എനിക്ക് പറയാനുള്ള ഒരു ചെറിയ കഥയാണ്. പക്ഷെ അത് ഇതുവരെ നടന്നതോ ഇനി നടക്കാൻ സാധ്യതയുള്ള കഥയല്ല. അതുകൊണ്ട് തന്നെ കഥയിൽ ചോദ്യമില്ല. ഒന്ന് ആരും കഥയോടെ സംബന്ധിച്ച് ചോദിക്കരുത്. ഒരു ഹാസ്യ കഥയാണ്. പക്ഷെ വളരെ ചെറുതാണ്. ഇങ്ങനെ നടക്കുവോ ഇല്ലയോ എന്നൊന്നും ചോദിക്കേണ്ട കാര്യമില്ല. ഒരാള് തപസ്സിനൊരുങ്ങി, തപസ് ചെയ്തു തുടങ്ങി. അതായത് കാലനെ തപസ് ചെയ്ത്, കാലൻ എന്ന് പറഞ്ഞാൽ ചിലർക്ക് മനസ്സിലാവും ധർമ്മരാജാവ് എന്ന് പറയും. കാലനെ തപസ് ചെയ്ത്, കാലസ് മനസ്സുകൊണ്ട് വിചാരിച്ചു, എടാ എന്നെ തപസ് ചെയ്ത് പ്രത്യക്ഷപ്പെടുത്താൻ ഈ രാജ്യത്ത് ആളും സാധാരണ എന്നെ ഇതുവരെ ആരും പ്രത്യക്ഷപ്പെടുത്താൻ വേണ്ടി തപസ് ചെയ്തിട്ടില്ല, ഞാൻ പ്രത്യക്ഷപ്പെടണം. പെട്ടെന്ന് തന്നെ കാലൻ പ്രത്യക്ഷപ്പെട്ടു. നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എന്നെ ആരും കൊല്ലാൻ പാടില്ല, എനിക്ക് മരണം പാടില്ല, എന്നെ ആരും കൊല്ലരുത്. അയ്യോ, അതെങ്ങനെ നടക്കുന്നേ? സമയത്ത് എന്റെ ജോലി അതാണ്. കൃത്യസമയത്ത് തന്നെ ആ ഓരോരുത്തരെ അവിടെ എത്തിക്കുക എന്നുള്ളതാണ് എന്റെ ജോലി. എന്റെ ജോലിയിൽ വിഘ്നം വരുത്താൻ ഞാൻ സമ്മതിക്കില്ല, അതൊരിക്കലും ഒരു സെക്കൻഡ് പോലും മാറ്റത്തില്ല എന്ന് പറഞ്ഞു. അതിന് വേറെ എന്തെങ്കിലും എന്ത് വേണമെങ്കിലും ചോദിക്കൂ, എന്നെ കൊണ്ടൊക്കെ ഞാൻ ചെയ്തു തരാം പറഞ്ഞു. പക്ഷെ ഒരു കാര്യം ചെയ്യേ, അവസാനം ഒരു തിരുത്തി, കൊല്ലാൻ നേരത്ത് എന്നേക്ക് മരണസമയത്ത് മുമ്പ് എന്നെ ഒന്ന് അറിയിപ്പിക്കണം. ശരി, അത് ഞാൻ അറിയിപ്പിച്ചു തരാം എന്ന് പറഞ്ഞു. ആദ്യം തന്നെ കുറെ നാൾ ഞാൻ ജീവിച്ചു പോകുമ്പോൾ ആദ്യം നര ബാധിച്ചു കഴിഞ്ഞപ്പോൾ അങ്ങേര് ഗോദ്രേജിനെ സമീപിച്ച് ഡൈ വാങ്ങിച്ച് പുരട്ടി നല്ല മിടുക്കനായിട്ട് നടന്നു. കുറെ നാൾ കഴിഞ്ഞപ്പോൾ പല്ലെല്ലാം അടിച്ചു പൊടിച്ചു കളഞ്ഞു. അപ്പൊ പുതിയ പല്ല് ഡെന്റിസ്റ്റിനെ കണ്ട് പുതിയ പല്ലെല്ലാം വെച്ചു. അത് കഴിഞ്ഞ് സമയമായപ്പോൾ ഈ ആള് മരണത്തിലേക്ക് പോയി. അപ്പൊ ഉടനെ അവിടെ ചെന്നിട്ട് കാലിനെ കണ്ടിട്ട് പറഞ്ഞു, നിങ്ങൾ എന്ത് പണിയാ കാണിച്ചത്? എന്നെ അറിയിപ്പിക്കണമെന്ന് പറഞ്ഞില്ലോ, അറിയിപ്പിക്കരുത്. ഞാൻ അറിയിപ്പിച്ചല്ലോ. ആദ്യം നിങ്ങൾക്ക് നര ബാധിച്ചു, ഞാൻ അറിയിപ്പിച്ചു. അവൻ നിങ്ങൾ ഉടനെ ഗോദ്രേജിനെ മൂന്നാമത് നിങ്ങളെ സമയമായപ്പോ ഞാനങ്ങ് വെച്ചു, എന്റെ ജോലി മാറ്റാനൊക്കത്തില്ലല്ലോ. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ കണക്കാക്കിയില്ല. ഞാൻ പിന്നെ ഓരോരുത്തരെ വന്നു അങ്ങനെ പറഞ്ഞ് അങ്ങനെ അവസാനം മരണം പോയി. അതാണ് ഞാൻ പറയാൻ ഉദ്ദേശിച്ചത്. വളരെ പെട്ടെന്ന് പറഞ്ഞ ഒരു ചെറിയ കഥയാണ്. അത് രസമാണ്. ആദ്യം ആ ചോദ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞതാണ്. നന്ദി, നമസ്കാരം. ഇത് കഥയല്ല, ഇത് സത്യമാണ്. ഓക്കെ, ശ്രീകുമാരി മാം പറയും. ഗുഡ് ഈവനിങ് ആൾ. ഞാൻ ഇതൊരു എൻ്റെ ഒരു ചെറിയ കഥയാണ് ഒരു മാസികയിൽ ഞാൻ അയച്ചു കൊടുത്തത്. വലിയ നല്ല കഥയൊന്നുമല്ല, ആദ്യമായിട്ട് കഴിഞ്ഞു. എവിടെ കഥ ഞാൻ എഴുതി. എവർക്കും നമസ്കാരം. ആദ്യമായി ഇങ്ങനെ ഒരു അവസരം തന്ന സ്വബു സാറിന് നന്ദി അറിയിച്ചുള്ളത്. കഥയുടെ പേര് അവൾ നീലിമ. ഒരു നീലിമ എന്ന പെൺകുട്ടിയുടെ കഥയാണ്. അവൾ നിർനിമേഷയായി അർത്ഥനിമീലിത നേത്രങ്ങളോടെ അങ്ങകലെ ചക്രവാളത്തിൽ കണ്ണും നട്ട് നിൽക്കുകയാണ്. ആരെയോ പ്രതീക്ഷിക്കുമ്പോൾ 1, 2, 3 ബസ്സും പോയി കഴിഞ്ഞു. അവളുടെ കോളേജിലേക്കുള്ള ബസ്സാണ്. അവൾ ഇപ്പോഴും ആ നില തുടരുകയാണ്. മുഖത്ത് കാർമേഘ പാളികൾ ഉരുണ്ടുകൂടുന്നു. ഇപ്പോൾ മഴ പെയ്തു തിമിർക്കും. അതെ, കണ്ണീർ കണങ്ങൾ കവളിലൂടെ ഒഴുകുന്നു. കൺപീലികളിൽ കരിമഷി പടർന്നിരിക്കുന്നു. നെറുകയിലെ സിന്ദൂരം ഒഴുകിയിറങ്ങി. വദനാംബുജം പുള്ളിക്കുത്തുകൾ വീണ പോലെ ആയി. അവൾ തൂവാല കൊണ്ട് തുടച്ചു. വേണ്ട, ഇന്നിനി കോളേജിലേക്കില്ല, അവൾ തീരുമാനിച്ചു. അവിടെ നിന്ന് മെല്ലെ നടന്നു നീങ്ങി. കുറച്ചകലെ എത്തി. അയാൾ അതാ വരുന്നുണ്ട്. എന്താ വേണ്ടേ? മനസ്സാകെ അസ്വസ്ഥമായി. അഭിമുഖീകരിക്കാൻ കഴിയുന്നില്ല. ഏയ് നീലിമ, നിൽക്ക്. ചെന്നൈയിൽ ഇന്ന് ഇന്റർവ്യൂ ഉള്ളതല്ലേ, ഞാൻ പോയി വരട്ടെ. IAS സെലക്ഷൻ കിട്ടിയ വിവരം അറിയിച്ചിരുന്നു, പക്ഷെ ഇന്റർവ്യൂവിന്റെ കാര്യം അറിയിച്ചില്ലല്ലോ. വിപിൻ ആകെ മാറിപ്പോയി. ഒറ്റ ദിവസം കൊണ്ട് അയാൾ നടന്നു നീങ്ങുകയാണ്. തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവൾ വിറയാർന്ന കാലുകളോടെ തളർന്ന മനസ്സോടെ അവൾ വീട്ടിലേക്ക് എത്തി.
എന്ത് പറ്റി മോളെ? അമ്മ ചോദിക്കുന്നുണ്ടായിരുന്നു. ഓ, തലവേദന. ഒന്ന് റെസ്റ്റ് എടുക്കുമ്പോൾ മാറിക്കൊള്ളും. തനിക്ക് വേണ്ടി മാത്രം ജീവിക്കുന്ന അച്ഛനും അമ്മയും. ഒരു നിമിഷം എല്ലാം മറന്നുപോയി. ദിവസങ്ങൾ കടന്നുപോയി. ഒരു മറുപടിയും വിപിനിൽ നിന്നും ഉണ്ടായില്ല. അവൾ വാടി വീണ പൂമാലയായി തളർന്നു വീണു. പിന്നെ എണീറ്റിട്ടില്ല. അതിന് വേറെ ആള് നോക്കണം. മറിച്ചാണ് സംഭവിച്ചത്. അവൾ പൂർവാധികം ശക്തിയോടെ, ഓജസ്സോടെ ഉയർത്തെഴുന്നേറ്റു. കൂടുതൽ സുന്ദരിയായി കോളേജിൽ. തളർന്നു കിടക്കുന്ന തന്റെ പിതാവ്, തനിക്കും കുടുംബത്തിനും വേണ്ടി കഷ്ടപ്പെടുന്ന അമ്മ, കുഞ്ഞനുജൻ, എല്ലാം അവരുടെ മനോമുഖരത്തിൽ തെളിഞ്ഞു വന്നു. പഠിക്കുക, ഡോക്ടർ ആവുക എന്ന തന്റെ മോഹം പൂവണിയണം. അതാണ് ജീവിത ലക്ഷ്യം. കുഞ്ഞനിയനെ ഏറ്റവും നല്ല കോളേജിൽ പഠിപ്പിച്ച് വലിയൊരു ഉദ്യോഗസ്ഥനാണ്. ദിവസങ്ങൾ കടന്നുപോയി. ആ ദിവസം എത്തിച്ചേർന്നു. എൻട്രൻസിന്റെ റിസൾട്ട് വന്നു. അവൾക്ക് വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. 32 റാങ്ക്. നീലിമ സന്തോഷം കൊണ്ട് തുള്ളിച്ചാടി. ഏത് കോളേജിലും പഠിക്കും. വേനലും മഞ്ഞും മഴയും പലതവണ പെയ്തൊഴിഞ്ഞു. കാലം പോയതറിഞ്ഞില്ല. ഹൗസ് സർജൻസി കഴിഞ്ഞ് അപ്പോളോ ഹോസ്പിറ്റലിൽ അവൾ ഡോക്ടറായി ചാർജ് എടുത്തു. ഒരു ദിവസം OP കഴിഞ്ഞ് റൂമിലിരിക്കുന്ന സമയം ഒരാൾ സ്പെഷ്യൽ പെർമിഷൻ വാങ്ങി കാണാൻ വന്നു. അയാൾ പറഞ്ഞു, ഡോക്ടർ, റൂം നമ്പർ 8 എന്റെ വൈഫിനെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ട്. ഒന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം. ഹിയർ ഓൾ ആർ കെയർഡ് വെൽ. ഒരു നിമിഷം കണ്ണുകൾ തമ്മിലുടക്കി. ഇരുവരുടെയും കണ്ണുകൾ വിസ്മയത്തിൽ വിടർന്നു. ആർത്തിരമ്പിയ വികാരം അന്യോന്യം വായിച്ചറിയാൻ ഇരുവർക്കുമായി. നീലിമ, അയാളുടെ വിറയാർന്ന ചുണ്ടുകളിൽ നിന്നും ഉതിർന്നു വീണ നേർത്ത സ്വരം അവളുടെ കാതുകളിൽ ഒന്ന് പതിച്ചു. അവൾ അറിയാതെ അവളുടെ ഹൃദയതന്ത്രികൾ 3 അക്ഷരങ്ങൾ മന്ത്രിച്ചു. ബിപിൻ. തീർന്നു. താങ്ക് യു. ഓക്കെ, താങ്ക് യു മാം. ദെൻ രമാവതി മാം റെഡിയാണോ? ഉഷ മാം പറയുന്നു. റെഡിയാണ് സാറേ. ജസ്റ്റ് ഇങ്ങനെ ഒരു എന്താ പറയണ്ടേ, ഞാനിങ്ങനെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുന്ന ഒരു കഥയാണ്. ഈ മദേഴ്സ് ഡേ ഉണ്ടല്ലോ സാറേ, മദേഴ്സ് ഡേനെ പറ്റിയിട്ട്. പറയൂ. ഓക്കെ. സാറേ, കാർ ഓടിക്കുന്നതിനിടയിൽ ഫോൺ ബെല്ലടിച്ചുകൊണ്ടേയിരുന്നു. അറ്റൻഡ് ചെയ്യാതിരിക്കാൻ നിർവാഹമില്ല. സീനിയറായി എന്നെ പുതുതായി IT കമ്പനിയിൽ ജോലി ചെയ്യുന്ന യുവാക്കൾ ഓരോ സംശയം ചോദിച്ചു വിളിച്ചുകൊണ്ടേയിരിക്കും. ഹെഡ്ഫോൺ ഉള്ളതിനാൽ വളരെ തന്ത്രപരമായി മറുപടി പറഞ്ഞുകൊണ്ടേയിരുന്നു. അയാൾക്ക് ഒരു നിമിഷം അമ്മയെപ്പറ്റി ഓർമ്മ വന്നു. ഓ, നാളെ മദേഴ്സ് ഡേ ആണ്. ജോലി തിരക്കുകൊണ്ട് അമ്മയുടെ അടുത്ത് പോകാനും സമയം കാണില്ല. കാറ് ഒരു പൂക്കടയുടെ അടുത്ത് നിർത്തി. എനിക്ക് കുറച്ച് പ്ലാസ്റ്റിക് പൂക്കൾ വേണം. ഇവിടെ കാർഡുകൾ ഉണ്ടല്ലോ. ആഹാ, ഇത് കൊള്ളാം. ഇതിൽ മദേഴ്സ് ഡേ കാർഡുകൾ ഉണ്ടല്ലോ സാറേ. ഈ അഡ്രസ് എഴുതി കുറച്ച് പ്ലാസ്റ്റിക് പൂവും കാർഡും പോസ്റ്റ് ചെയ്തോളൂ. അതിനിടയിൽ അവിടെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയെ കണ്ട്, ഈ പെൺകുട്ടി കുറെ നേരമായല്ലോ ഇവിടെ നിൽക്കുന്നേ, എന്തിനാണ്? എനിക്കറിയില്ല സർ. അയാൾ മെല്ലെ പെൺകുട്ടിയുടെ അടുത്ത് ചെന്നു. മോൾ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ടീച്ചർ സ്കൂളിൽ നിന്ന് പറഞ്ഞു നാളെ മദേഴ്സ് ഡേ ആണെന്ന്. എനിക്ക് എൻ്റെ അമ്മയ്ക്ക് ഒരു റോസാപ്പൂ കൊടുക്കണം. കടക്കാരൻ പറഞ്ഞു റോസാപ്പൂവിന് 5 രൂപയാണ്. അവൾ കൂട്ടിപ്പിടിച്ച കൈ തുറന്ന് ഉള്ളം കയ്യിലുള്ള 2 രൂപ തൊട്ട് കാണിച്ചു. എൻ്റെ കയ്യിൽ 2 രൂപ തൊട്ടേ ഉള്ളൂ. ഓ, മോക്ക് ഇഷ്ടമുള്ള പൂ എടുത്തോളൂ, അങ്കിൾ കൊടുക്കാമല്ലോ പൈസ. അവൾ ആകാംക്ഷയോടെ ഒരു ചുമന്ന റോസാപ്പൂ എടുത്തു. അയാൾ കാറ് ഡോർ തുറന്ന് ഇടയിൽ ആ പെൺകുട്ടി നടന്നു പോകുന്നുണ്ട്. മോളു, എവിടെയാ വീട്? ഇതിൽ കയറിക്കോളൂ, അങ്കിൾ അവിടെ ഡ്രോപ്പ് ചെയ്യാം. എൻ്റെ വീട് ഇവിടെ അടുത്താണ് അങ്കിൾ, എന്നാ ഇതിൽ കയറിക്കോളൂ. പോകുന്നതിനിടയിൽ അയാൾ കുട്ടിയോട് ചോദിച്ചു, മോള് റോസാപ്പൂ മാത്രമേ കൊടുക്കുന്നുള്ളൂ അമ്മയ്ക്ക്? അല്ല അങ്കിൾ, ഞാൻ ഡാൻസ് പഠിച്ചിട്ടുണ്ട്, അതും കൂടി ഇന്ന് അമ്മയ്ക്ക് കാണിച്ചു കൊടുക്കണം. ഓക്കെ. ആ പെൺകുട്ടി, എൻ്റെ വീടെത്തിയെങ്കിൽ അങ്കിൾ വാ, എൻ്റെ വീട്ടിലേക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ അയാളും ഇറങ്ങി പെൺകുട്ടിയുടെ പുറകെ പോകുമ്പോൾ പെൺകുട്ടി ധൃതിയിൽ നടക്കുകയാണ്.
അവൾ എത്തിയത് ഒരു ശവക്കല്ലറയുടെ അടുത്താണ്. ആ റോസാപ്പൂ അവിടെ വെച്ച് 2 അടി സ്റ്റെപ്പ് പുറകോട്ട് വെച്ച് അവള് ഡാൻസ് ചെയ്യാൻ തുടങ്ങി. അയാൾക്ക് തല കറങ്ങുന്നത് പോലെ തോന്നി. അയാൾ നേരെ കടയിലേക്ക് പോയി കടക്കാരനോട്, ഞാൻ തന്ന പ്ലാസ്റ്റിക് പൂക്കളും ആ കാർഡും കൊറിയർ ചെയ്തോ? ഇല്ല സാർ, എല്ലാം പാക്ക് ചെയ്ത് വെച്ച്, എല്ലാം റെഡി. നോ നോ നോ, വേണ്ട വേണ്ട, അത് അങ്ങനെ പാർസൽ ചെയ്യണ്ട, എനിക്ക് ഒറിജിനൽ കുറച്ച് പൂക്കൾ തന്നോളൂ. കടക്കാരൻ ഒറിജിനൽ പൂക്കൾ കൊടുത്തു. കാർ ഓടിച്ചു കൊണ്ടുപോകുമ്പോൾ അയാൾ അമ്മയെ വിളിക്കാണ്. അമ്മേ, എടാ മോനെ, നീ വരില്ല എന്ന് പറഞ്ഞില്ലേ, എപ്പോഴാടാ നീ വരിക? ഞാൻ വരും അമ്മേ, ഇപ്പൊ വരികയാണ്. നീ ഇപ്പൊ വരികയാണോടാ? അതെ അമ്മേ, നാളെ മദേഴ്സ് ഡേ അല്ലേ, എന്റെ മോൻ എന്റെ അടുത്ത് വരികയാണോ? അങ്ങനെ അയാൾ വളരെ മനസ്സമാധാനത്തോടെ കാർ ഓടിച്ച് അമ്മയുടെ അടുത്ത് പോവുകയാണ്. ഇതാണ് ചെറിയൊരു കഥ. ഓക്കെ, താങ്ക് യു മാം. ഇനി ഉഷ മാം പറയൂ. അതെ സർ, എല്ലാവർക്കും നമസ്കാരം. കോളേജിലെ ഏതോ പ്രോഗ്രാമിന് കളിക്കാനുള്ള ഗ്രൂപ്പ് ഡാൻസ് പ്രാക്ടീസ് ചെയ്തത് കോതമംഗലത്ത് നികുലിന്റെ വീട്ടിലായിരുന്നു. വൈകുന്നേരം മുതൽ രാത്രി വരെ വീടിനു മുന്നിലെ കൽച്ചുമരിൽ കൊതുകുകടിയും കൊണ്ട് ഞങ്ങൾ ഒരുപാട് സമയം ഇരുന്നിരുന്നു, സംസാരിച്ചിരുന്നു, കഥകൾ പറഞ്ഞിരുന്നു, കനാലിൽ കുളിക്കാൻ പോയിരുന്നു. ഏതു വർഷമായിരുന്നെന്നോ, എന്ത് പ്രോഗ്രാം ആയിരുന്നുവെന്നോ, ഏത് പാട്ടായിരുന്നുവെന്നോ എനിക്ക് ഓർമ്മയില്ല. കുളി കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങി വന്നപ്പോൾ ഭക്ഷണമൊരുക്കി തയ്യൽ പണികളിൽ മുഴുകിയിരുന്ന അമ്മ നന്നായി തലതോർത്താൻ ഞങ്ങളെ ഓർമ്മിപ്പിച്ചത് അകത്തെ മുറിയിൽ എനിക്കായി ഒരു മുണ്ട് മടക്കി വെച്ചിരുന്നത്. അടുത്ത ദിവസം ഭക്ഷണം കഴിച്ച് തിരിച്ചു കോളേജിലേക്ക് പോകുമ്പോൾ വിടർന്ന ഒരു പുഞ്ചിരിയോടെ ഇനിയും വരണം എന്ന് സ്നേഹപൂർവ്വം നിർബന്ധിച്ചത് എനിക്ക് ഓർത്തെടുക്കാൻ കഴിയുന്നുണ്ട്. അമ്മ വിളമ്പി തന്നതിനെല്ലാം ഇന്നും നല്ല രുചിയാണ്. രുചി എന്ന ഈ കുഞ്ഞി ഓർമ്മക്കുറിപ്പ് എഴുതിയത് എൻ്റെ മോന്റെ ഒരു സുഹൃത്താണ്. അവൻ കോളേജിൽ ഒരുമിച്ച് പഠിച്ച കുട്ടിയാണ്, ഫ്രാൻസിസ്. ആ കുട്ടി മനോരമ ഓൺലൈനിലെ എഴുത്തിടം എന്ന ഒരു പ്ലാറ്റ്ഫോമിൽ എഴുതിയതാണിത്. ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന നിക്കുൽ എൻ്റെ മോനാണ്. അവന് വേണ്ടി ഭക്ഷണം ഉണ്ടാക്കി വെച്ചതും മുണ്ട് മടക്കി വെച്ചിരുന്ന അമ്മ ഞാനാണ്. എൻ്റെ മോനും അവന്റെ കൂട്ടുകാരനും വേണ്ടി ഞാനിത് ഡെഡിക്കേറ്റ് ചെയ്യുന്നു. താങ്ക് യു സർ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഓക്കെ, സ്നേഹലത മാം. വേറെ ആരെങ്കിലും കഥ പറയാൻ റെഡിയായിട്ടുണ്ടോ? വിൻസെന്റ് സാർ, റോയ് സാർ. ചെറിയ കഥ, വളരെ ചെറിയൊരു കഥ ഉണ്ടെങ്കിൽ റെഡി ആയിക്കോ. ഞാനൊരു കഥ പറയാം, അപ്പോഴത്തേക്ക് റെഡി ആയിക്കോളൂ. സ്നേഹലത മാം പറയൂ. പറയട്ടെ സാർ, കേൾക്കാമോ? കേൾക്കാം, കേൾക്കാം. പറയൂ. ഓസ്കാർ വൈൽഡിന്റെ മോഡൽ മില്യണയർ എന്ന കഥയാണ്. ഇതിലെ കഥാപാത്രങ്ങൾ ഹഗ്ഗി, സുന്ദരനായ ചെറുപ്പക്കാരൻ, ഹഗ്ഗിയുടെ സുഹൃത്ത് അലൻ, ഹഗ്ഗിയുടെ കാമുകി ലോറ, ലോറയുടെ അച്ഛൻ കേണൽ, പിന്നെ ഒരു ബഗർ. ഇത്രയും പേരാണ് കഥാപാത്രങ്ങൾ. ഹഗ്ഗി അതിസുന്ദരനായ ചെറുപ്പക്കാരനാണ്, നല്ല പെരുമാറ്റം, നല്ല സ്വഭാവം എല്ലാമാണ്. പക്ഷെ നല്ലൊരു ജോലിയില്ല. ഏത് ജോലിയും ചെയ്യാൻ തയ്യാറാണ്. പുള്ളി പലതും പരീക്ഷിച്ചു, അതിലെല്ലാം പരാജയപ്പെട്ടു. അപ്പോ ലോറ ഹഗ്ഗിയുടെ കാമുകിയാണ്. ലോറയുടെ അച്ഛൻ കേണൽ പറഞ്ഞിരിക്കുന്നത് ഹഗ്ഗിക്ക് സ്വന്തമായി 1000 പൗണ്ട്സ് ഉണ്ടാകുന്ന കാലത്ത് കല്യാണത്തെ കുറിച്ച് ആലോചിച്ചാൽ മതി. അല്ലാതെ അവര് തമ്മിൽ സ്നേഹിക്കുന്നതിനൊന്നും കേണൽ എതിരല്ല. പക്ഷെ ഇതാണ് കണ്ടീഷൻ, സ്വന്തമായി 10,000 പൗണ്ട്സ് ഉണ്ടാകുന്ന സമയത്ത് കല്യാണം ആലോചിക്കാം. ഇങ്ങനെ ഇരിക്കെ ഒരു ദിവസം ഹഗ്ഗി അലന്റെ വീട്ടിൽ പോയി. അലൻ ഒരു പെയിന്ററാണ്. അലൻ ഒരു ചിത്രം പെയിന്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിനൊരു മോഡലായിട്ട് അവിടെ ഒരു ബഗറുണ്ട്. അപ്പൊ ഹഗ്ഗി അവിടെ ഇരുന്നു. അപ്പൊ ഇടയ്ക്ക് അലൻ പുറത്തേക്ക് പോയി. അപ്പൊ ഈ ബഗർ ക്ഷീണിച്ച് തളർന്ന് അവിടെ ഒരു ബെഞ്ചിൽ കിടന്നു. അപ്പൊ ഹഗ്ഗിക്ക് അയാളോട് വളരെ സഹതാപം തോന്നി. ഹഗ്ഗി കയ്യിലുണ്ടായിരുന്ന വളരെ ചെറിയൊരു നാണയം ഈ ബഗറിന് കൊടുത്തു. അപ്പൊ ബഗറിന് വളരെ സന്തോഷമായി. ഹഗ്ഗിക്ക് വരുമാനം ഒന്നുമില്ല, ഒരു ആന്റി കൊടുക്കുന്ന ഏതോ ചെറിയ തുകയുണ്ടാണ് ഹഗ്ഗി ജീവിക്കുന്നത്. അപ്പോ കുറച്ചു കഴിഞ്ഞ് കൂട്ടുകാരൻ തിരിച്ചു വന്നു. പുറത്തു പോയ അലൻ തിരിച്ചു വന്നു.
കുറച്ച് കഴിഞ്ഞ് ഹഗ്ഗി അവിടുന്ന് പോവുകയും ചെയ്തു. അതിനിടെ പിറ്റേ ദിവസം ഇവർ തമ്മിൽ സംസാരിച്ചപ്പോ അലൻ പറഞ്ഞു, ആ ബഗറ് നിന്നെ കുറിച്ച് വളരെ നന്നായിട്ട് പറഞ്ഞല്ലോ, നിന്നെ വളരെ ഇഷ്ടപ്പെട്ടു, നീ ആരാണ്, എവിടെയാണ്, എന്ത് ചെയ്യുന്നു എന്നെല്ലാം തിരക്കി. നീ അതെല്ലാം പറഞ്ഞു കൊടുത്തോ? അപ്പൊ പറഞ്ഞു, ആ ഞാൻ പറഞ്ഞു കൊടുത്തു. അതിനെന്താ പറഞ്ഞു കൊടുക്കുന്നതിന്? അയ്യോ, അയാൾ എൻ്റെ വീട്ടിലെങ്ങാനും വന്ന അയാൾക്ക് കൊടുക്കാൻ എൻ്റെ കയ്യിൽ ഒന്നുമില്ല. ഞാൻ പണ്ട് ധരിച്ചിരുന്ന എന്തെങ്കിലും വസ്ത്രങ്ങൾ കൊടുത്താൽ മതിയോ? അയാൾ വളരെ മോശപ്പെട്ട വസ്ത്രങ്ങളാണ് ധരിച്ചിരുന്നത്. അപ്പോ കൂട്ടുകാരൻ അലൻ പറഞ്ഞു, നീ എന്താ വിചാരിച്ചേ? ആ, എനിക്ക് അയാളോട് വളരെ സഹതാപം തോന്നി. നീ അയാൾക്ക് എന്ത് കൊടുക്കും? ഒരു ചിത്രം വരത്തിന് മോഡലായിട്ടിരിക്കുന്നതിന് അതിന് ഞാൻ ഒരു ദിവസത്തെ ഒരു കൂലി കൊടുക്കുന്ന പോലെ എന്തെങ്കിലും കൊടുക്കും. അപ്പൊ നിനക്ക് അതിനെന്താ പ്രതിഫലം കിട്ടുന്നത്? എനിക്ക് ചിലപ്പോൾ വലിയ പ്രതിഫലം കിട്ടും, ചിലപ്പോൾ ചെറിയ പ്രതിഫലം കിട്ടും. അതൊന്നും അയാൾ അറിയേണ്ട കാര്യമില്ലല്ലോ. അയാളെ ഞാൻ കൂലിക്ക് വിളിച്ചിരുത്തിയിരിക്കുകയാണ്, ആ കൂലി കൊടുക്കും. അയ്യോ, അത് പോരാ, നീ അയാൾക്ക് എന്തെങ്കിലും നല്ലപോലെ കൊടുക്കണം എന്നൊക്കെ ഹഗ്ഗി പറഞ്ഞു. ഇതൊന്നും അലന് ഒരു കാര്യമായിട്ടേ തോന്നിയില്ല. എന്നിട്ട് അലൻ ചോദിച്ചു, എന്താ ഹഗ്ഗി അയാൾ നിന്നെ കുറിച്ച് ഇത്രയൊക്കെ ചോദിക്കാൻ കാര്യം? എൻ്റെ കയ്യിൽ ഒരു ചെറിയ നാണയം ഉണ്ടായിരുന്നു, അത് ഞാൻ അയാൾക്ക് കൊടുത്തു, അതുകൊണ്ടായിരിക്കും ചോദിച്ചത്. അപ്പൊ ഹഗ്ഗി അങ്ങനെ ചെയ്തത് കേട്ടപ്പോ അലൻ പൊട്ടിച്ചിരിച്ചു. നീ എന്താ വിചാരിച്ചേ? അത് ആരാണെന്നാ നിന്റെ വിചാരം? അത് നമ്മുടെ ഇവിടുത്തെ ഏറ്റവും വലിയ മില്യണയറാണ്. അദ്ദേഹത്തിന് ഒരു ഭിക്ഷക്കാരനായിട്ട് അഭിനയിക്കല്ല, അദ്ദേഹം ഒരു ഭിക്ഷക്കാരനായാൽ എങ്ങനെ ഇരിക്കും എന്നറിയാൻ വേണ്ടി ഒരു ചിത്രം വരയ്ക്കാൻ എനിക്ക് ഇങ്ങോട്ട് കാശ് തന്ന് അദ്ദേഹം ഇവിടെ വന്നിരുന്നതാണ്. നീ എന്താ വിചാരിച്ചേ? നീ പ്രതീക്ഷിച്ചോളൂ ഹഗ്ഗി, നിനക്ക് ഇതിന് നല്ല പ്രതിഫലം അടുത്ത ദിവസം തന്നെ കിട്ടും എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ഏതാനും ദിവസങ്ങൾ കഴിഞ്ഞപ്പോ ഒരു കവറുമായി ഒരാൾ അവിടെ എത്തി. ഈ ഹഗ്ഗിയുടെ വീട്ടില് ആ കവറില് ഉണ്ടായിരുന്നത് 10,000 പൗണ്ട്സ് ആയിരുന്നു. അതിലെഴുതിയിരുന്നു, നിങ്ങൾക്കുള്ള വിവാഹ സമ്മാനം. കഥ ഇത്രയേ ഉള്ളൂ. താങ്ക് യു സർ. ഓക്കെ, താങ്ക് യു മാം. വേറെ ആരാണ് ഇനി പുതിയതായിട്ട് പറയാനുള്ളത്? മീന മാം, ശുദ്ധോധന ഡോക്ടർ, ഒരു ചെറിയ കഥ. ഷീല മാം, സുനിത മാം, ആർക്കെങ്കിലും? റോയ് സാർ റെഡിയായി വരട്ടെ അല്ലേ? റെഡിയായോ സാർ? അഡ്മിറ്റ് ചെയ്യും. ഓക്കെ സാർ, ഞാൻ പലരും കേട്ടിട്ടുണ്ടായിരിക്കും. ചെമ്മനം വർഗീസ് എന്ന് പറയുന്ന ഒരു ഹാസ്യ സാഹിത്യകാരുണ്ടായിരുന്നു, കവിതകളൊക്കെ എഴുതി. അദ്ദേഹത്തിന്റെ ഒരു കവിതാശകലമാണ് ഞാൻ കഥ കേട്ടറിഞ്ഞത്. ഈ ആനകൾക്ക് പേരിടുന്നത് കേശവൻ ഹിന്ദു പേരുകളായിരുന്നു. കേശവൻ, ഭാസ്കരൻ, ആ പേരുകളായിരുന്നു. അപ്പൊ ഈ നാരങ്ങാനത്ത് നമ്പൂരിക്ക് ഭയങ്കര ആനപ്രേമിയാണ്. നമ്പൂരി ഒരു പ്രാവശ്യം ആലോചിച്ചു, പുതുതായി വാങ്ങിച്ച ഒരു കുട്ടിയാനയ്ക്ക് പേരൊന്ന് വ്യത്യസ്തമാക്കി ഇട്ടാൽ എന്താണ്? നമ്പൂരി ആ ആനയ്ക്ക് വർഗീസ് എന്ന് പേര്. അങ്ങനെ വർഗീസ് ആന വളർന്ന് വളരെ മിടുക്കനായി, കൊമ്പൊക്കെ വെച്ചു, ഇതൊക്കെ. അപ്പൊ ഈ ആനയുടെ തറവാടാണ് ഈ തൃശ്ശൂരുള്ള ഗുരുവായൂര്. അപ്പൊ ഗുരുവായൂർ അമ്പലത്തിൽ കൊണ്ടുപോയി ഒന്ന് നടയിരുത്തണമെന്ന് നമ്പൂരിക്ക് ഒരു ആഗ്രഹം. ഇത്ര മിടുക്കനായ ഈ ആന. അപ്പോ ഈ തിരുവല്ലയ്ക്കപ്പുറം നാരങ്ങാനത്തിലെത്തി നിന്നും ഈ നമ്പൂതിരി തൻ്റെ ആനയും ആനക്കാരനും കാര്യസ്ഥനുമായിട്ട് ഗുരുവായൂർ വരെയും നടന്നു പോവുകയാണ്. അങ്ങനെ നടന്ന് അവിടെ ചെന്നു. വളരെ സന്തോഷമായിട്ട് അവിടെ ചെന്നിട്ട് ആദ്യം ആനയെ നല്ല ഭംഗിയായി കുളിപ്പിച്ചു. പിന്നെ അത് കഴിഞ്ഞ് ഗുരുവായൂർ അമ്പലത്തിന് ഒരു റൗണ്ട് വെച്ചേച്ച് വേണം പോയി തൊഴിൽ കൊടുക്കാൻ. അപ്പൊ കുളിച്ചൊക്കെ കഴിഞ്ഞ് വന്നപ്പോ അമ്പലത്തിലെ കാര്യസ്ഥൻ ചോദിച്ചു, ആനയുടെ പേര് മറ്റൊക്കെ റെക്കോർഡ് ചെയ്യുന്നു. അപ്പൊ പറഞ്ഞു വർഗീസ്. അയാൾ അന്തം വിട്ടു. ഇത് എന്തെങ്കിലും അഹിന്ദുക്കൾക്ക് അമ്പലത്തിൽ പ്രവേശനമില്ല, അതുകൊണ്ട് ഇതിനകത്ത് നടക്കാൻ അനുവദിക്കുകയില്ല എന്ന് പറഞ്ഞു. നമ്പൂരി ഈ ഇതെല്ലാം കഴിഞ്ഞ് ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ പേരിലാണ് ജാതി ഇരിക്കുന്നതെന്ന് അങ്ങ് പറഞ്ഞു തന്നതിൽ വളരെ സന്തോഷം. ഞാൻ ആദ്യമായിട്ടാണ് മനസ്സിലാക്കിയത് എന്ന് പറഞ്ഞ ഭാഗമാണ്
അപ്പോ മനുഷ്യനും അല്ല മൃഗങ്ങൾക്കും ഒക്കെ ആയാലും പേരിലാണ് ജാതി ഇരിക്കുന്നത് എന്ന ഒരു ചെറിയ ഹാസ്യമായ സംഭവമാണ് ഈ കഥയിലൂടെ അദ്ദേഹം അവതരിപ്പിച്ചത്. അത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നിയതുകൊണ്ട് ഞാൻ നിങ്ങളോട് ഷെയർ ചെയ്യുന്നു. ഓക്കെ സാർ, താങ്ക് യു. ഇനി വേറെ ആർക്കെങ്കിലും ഉണ്ടോ? ഓക്കെ, ഇല്ലെങ്കിൽ ഞാനും കൂടെ ഒരു കഥ പറയാം. ആരെങ്കിലും ഉണ്ടെങ്കിൽ റെഡി ആയിക്കോളൂ. മാസികയിലുള്ള ഒരു കൊച്ചു കഥ വേണമെങ്കിൽ ഞാൻ വായിക്കാം. മാസികയിലുള്ള ഒരു അവതാര. വെയിറ്റ്, സമയമായി ഓൾറെഡി. നമുക്ക് അടുത്ത ദിവസം. ഓക്കെ, വെയിറ്റ്. ഓക്കെ സാർ, താങ്ക് യു സാർ. ഞാൻ പറയുന്ന കഥയുടെ പേര് ലാഭകരമായ സൂചനകൾ എന്നാണ്. ഈ കഥ ഒരു റിട്ടയർഡ് പ്രവാസിയുടേതാണ്. ഇങ്ങനെ തുടങ്ങാം. ഞാൻ ഒരു പാവപ്പെട്ട റിട്ടയർഡ് പ്രവാസിയാണ്. എൻ്റെ സമപ്രായക്കാരായ കൂട്ടുകാരോട് ചേർന്ന് നിൽക്കുമ്പോൾ സത്യത്തിൽ അവരുടെ മുഖത്ത് നോക്കാൻ തന്നെ എനിക്ക് നാണക്കേടാണ്. അവരെല്ലാവരും പറയുന്നത് ഇത്ര രാജ്യങ്ങൾ അവർ കണ്ടു കഴിഞ്ഞു എന്നാണ്. പല ദേശങ്ങൾ പോയി, പല രാജ്യങ്ങൾ പോയി, അതിൻ്റെ കഥകളാണ്. ഒരൊറ്റ രാജ്യം മാത്രം ഇന്ത്യക്ക് വെളിയിൽ പോയിട്ടുള്ള എന്നെ സംബന്ധിച്ചോളം അത് ഭയങ്കര സങ്കടകരമായ ഒരു അനുഭവമാണ്. വളരെ നാളത്തെ ആലോചനയും സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളുമൊക്കെ സ്വരുക്കൂട്ടി എൻ്റെ ഭാര്യയോടൊപ്പം കുറച്ച് ദിവസത്തേക്ക് യൂറോപ്പ് സന്ദർശിക്കാൻ പദ്ധതിയിട്ടു. ഇപ്പോൾ ഞാനതിൻ്റെ ഒരുക്കത്തിലാണ്. ഞങ്ങൾക്കൊരു മകളും 2 ആൺമക്കളുമുണ്ട്. അവർ വിവാഹിതരാണ്, ജോലി ചെയ്യുന്നു. ഒരു മകൻ ഞങ്ങളോട് കൂടെയുണ്ട്. ഈ മകനും മറ്റൊരു മകനും കൂടി ചേർന്നാണ് യാത്രയ്ക്ക് പോകുന്നത്. യാത്രയുടെ ദിവസമൊക്കെ തീരുമാനിച്ചു. അപ്പോഴാണ് ശരിക്കും എനിക്ക് വിഷമം കൂടി വരുന്നത്. ഇത്രയും ദിവസം 2 ആഴ്ചക്കാലം ഈ വീട് പൂട്ടി പോവുക എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഓർക്കാൻ പോലും പറ്റുന്നില്ല. ഇത്രയും ദിവസം ടൂറിന് പോകുമ്പോൾ ഞങ്ങളുടെ വീടിൻ്റെ കാര്യം എന്താകും, എങ്ങനെ അത് സംരക്ഷിക്കും? പല മാർഗങ്ങൾ പലരും പറഞ്ഞു തന്നു. നമുക്ക് വേണമെങ്കിൽ ഒരു സെക്യൂരിറ്റി വയ്ക്കാമല്ലോ, അല്ലെങ്കിൽ പോലീസിനെ അറിയിക്കാം, അതല്ലെങ്കിൽ ക്യാമറ ഘടിപ്പിക്കാം. പക്ഷെ ഇതൊന്നും എൻ്റെ ആ വിഷമത്തിന് പരിഹാരമായില്ല. ഒരു കള്ളനെങ്ങാനും വീട്ടിലേക്ക് അതിക്രമിച്ച് കടന്നാൽ, വീട് കൊള്ളയടിക്കപ്പെട്ടാൽ, പെട്ടിയും അലമാരയും എല്ലാം വലിച്ചു വാരി കേടുവരുത്തി പണമൊന്നും കിട്ടാതെ വരുമ്പോൾ വീടിന് നാശനഷ്ടങ്ങളുണ്ടാക്കി മുന്നോട്ട് പോയാൽ എന്തായിരിക്കും അവസ്ഥ? ആ ചിന്ത എന്നെ ഒത്തിരി ഭയപ്പെടുത്തി. ഒത്തിരിയും ആലോചനകളിലൂടെ ഞാനൊരു തീരുമാനത്തിലെത്തി. ഡൈനിങ് ടേബിളിൽ കള്ളനൊരു കത്തും അതിൻ്റെ കൂടെ 1000 രൂപയും വയ്ക്കാൻ ഞാൻ തീരുമാനിച്ചു. പ്രിയപ്പെട്ട കള്ളൻ സാർ, വളരെയധികം അപകട സാധ്യതകൾ നിറഞ്ഞ ഒരു ഉപജീവന മാർഗമാണ് നിങ്ങൾ തേടുന്നതെന്ന് ഞാൻ തിരിച്ചറിയുന്നു. ഒറ്റപ്പെട്ട സമയങ്ങളിൽ വളരെ കഠിനാധ്വാനം ചെയ്യുന്ന നിങ്ങളുടെ പ്രവൃത്തിയിൽ എനിക്ക് വളരെയധികം ഖേദമുണ്ട്. ഞാനൊരു ഇടത്തരം പ്രവാസിയാണ്. വളരെ തുച്ഛമായ വരുമാനം കൊണ്ടാണ് ജീവിക്കുന്നത്. പണപ്പെരുപ്പം വർദ്ധിച്ചിട്ടും വരുമാനത്തിൽ വലിയ മാറ്റങ്ങളൊന്നുമില്ല. ഒന്നാമതായി, ഞാൻ വീട്ടിൽ പണം സൂക്ഷിക്കാറില്ല. ഈ ഫർണിച്ചറുകളും ഞങ്ങളുടെ വസ്ത്രങ്ങളുമല്ലാതെ വിലപിടിപ്പുള്ള ഒന്നും ഇവിടെയില്ല. എല്ലാ ആഡംബര വീടുകളും സന്ദർശിക്കുന്ന താങ്കൾ കൂട്ടത്തിൽ നിർഭാഗ്യവശാൽ ഞങ്ങളുടെ ഈ എളിയ വീട് സന്ദർശിക്കാനുള്ള ആ കഠിന പ്രയത്നം നിങ്ങൾ
ഏറ്റെടുത്തു എന്ന് വേണം മനസ്സിലാക്കാൻ. എന്നിരുന്നാലും നിങ്ങൾ നിങ്ങളുടെ സമയവും ഊർജവും പ്രയത്നവും എല്ലാം പാഴാക്കി അതെല്ലാം നഷ്ടപ്പെടുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. അതിനാൽ നിങ്ങളുടെ അപകട സാധ്യതയുള്ള തൊഴിലിനെ മാനിച്ചുകൊണ്ട് ഒരു ചെറിയ സമ്മാനമായി 1000 രൂപ ഞാൻ സന്തോഷത്തോടെ നിങ്ങൾക്കായി നീക്കിവെക്കുന്നു. നിങ്ങൾക്ക് വിശപ്പും ദാഹവും തോന്നിയാൽ ഫ്രിഡ്ജിൽ ഒരു കഷ്ണം കേക്കും ഒരു ഓറഞ്ച് ജ്യൂസും വെച്ചിട്ടുണ്ട്. പ്രിയ കള്ളൻ സാർ, നിങ്ങളുടെ വിളവെടുപ്പ് വിപുലീകരിക്കാൻ വിശപ്പ് ഒഴിവാക്കുവാനും നിങ്ങൾ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഞാൻ നിങ്ങൾക്ക് സുപ്രധാനമായ ചില സൂചനകൾ നൽകാം. എതിർവശത്തെ ഉയരമുള്ള കെട്ടിടത്തിലെ 8ാം നിലയിൽ താമസിക്കുന്നത് ഒരു മന്ത്രിയാണ്. 7ാം നിലയിൽ വളരെ പ്രമുഖനായ ഭരണകക്ഷിയുടെ ഒരു വ്യക്തിയാണ്. 6ാം നിലയിൽ ഒരു PWD കോൺട്രാക്ടറാണ് താമസിക്കുന്നത്. 5ാം നിലയിൽ വളരെ പണക്കാരനായ ഒരു സർക്കാർ ഉദ്യോഗസ്ഥനാണ്. 4ാമത്തെ നിലയിലാണെങ്കിൽ ഒരു പ്രമുഖ ഹവാല ഡീലറാണ്. ഇവരുടെയൊക്കെ കയ്യിൽ ധാരാളം പണമുണ്ട്. മോഷണം നടന്നാൽ ഒരുപക്ഷെ അവർക്ക് പോലീസിൽ അറിയിക്കാൻ പോലും കഴിയില്ല. ഉദാഹരണത്തിന് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ റോഡുകളും പദ്ധതികളുമെല്ലാം ഇവരുടെ കയ്യിലൂടെ കടന്നു പോകുന്നത് കൊണ്ട് പലപ്പോഴും അസാധാരണമായ രീതിയിൽ പണം കൈയാളുന്നവരാണവർ. അതുകൊണ്ട് തന്നെ നിങ്ങൾക്കെല്ലാ ആശംസകളും ഞാൻ നേരുകയാണ്. നിങ്ങളുടെ ഫലവത്തായ വിളവെടുപ്പിന് എല്ലാ നന്മകളും നേരുന്നു. ബുദ്ധിപൂർവം അവരുടെ സെക്യൂരിറ്റി സ്റ്റാഫിൽ നിന്ന് പിടിക്കപ്പെടാതെ വളരെയധികം ശ്രദ്ധിക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഈ എഴുത്തെഴുതി വെച്ച് ഞാൻ കുടുംബസമേതം വിദേശത്തേക്ക് പോയി. 2 ആഴ്ചയ്ക്ക് ശേഷം തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഡൈനിങ് ടേബിളിൽ 1,00,000 രൂപയും ഒരു കുറിപ്പും കണ്ടപ്പോൾ ഞാൻ അത്ഭുതപ്പെട്ടു. ആ എഴുത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കും: നിങ്ങളുടെ വിലമതിക്കാനാവാത്ത നുറുങ്ങുകൾക്ക് എൻ്റെ പ്രിയപ്പെട്ട പാവപ്പെട്ട റിട്ടയർഡ് പ്രവാസിക്ക് നന്ദി. ദൗത്യം വിജയകരമായി പൂർത്തീകരിച്ചു. വിളവെടുപ്പ് വളരെ മനോഹരമായിരുന്നു. അതിനാൽ അഭിനന്ദനത്തിൻ്റെ സൂചകമായി 1,00,000 രൂപ നിങ്ങൾക്കായി എൻ്റെ ഹൃദയാംഗമമായി നന്ദിയോടെ സമർപ്പിക്കുന്നു. ഫ്രിഡ്ജിൽ ഞാനൊരു ചോക്ലേറ്റ് കേക്ക്, പിന്നെ 1 കിലോ ഡ്രൈ ഫ്രൂട്ട്സ്, 2 കിലോ ഏലക്ക, പിസ്ത, ബദാം എന്നിവയെല്ലാം നിറച്ചു വച്ചിട്ടുണ്ട്. ഭാവിയിൽ ഇത്തരം കൂടുതൽ ലാഭകരമായ സൂചനകൾ നിങ്ങൾ പങ്കിടുമെന്ന് തുടർന്നും പ്രതീക്ഷിക്കുന്നു. അധികാരവർഗത്തിൻ്റെ മെച്ചപ്പെട്ട സാമ്പത്തിക വികസനം തടയുന്നതിനായി ഇതുപോലുള്ള മെസ്സേജുകൾ വളരെയധികം നല്ലതാണെന്ന് ഞാൻ തിരിച്ചറിയുന്നു. എല്ലാ നന്ദിയും നേർന്നുകൊണ്ട് ആശംസകളോടെ കള്ളൻ. ഓക്കെ, ഇനി ആർക്കെങ്കിലും പറയാനുണ്ടോ? ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ കഥയുടെ പാരായണം നമുക്കിവിടെ നിർത്താം. സ്വല്പനേരം അതിനെക്കുറിച്ചൊക്കെ ഒന്ന് ചിന്തിക്കാം. ആരാണ് പറയുന്നത്? ഓമന ടീച്ചറും വിൻസെൻ്റ് സാർ അങ്ങനെ 2-3 പേരൊക്കെ പറയാത്തവരുള്ളൂ. അവർ പറയട്ടെ അല്ലേ? പക്ഷെ ഇതെങ്ങനെ പറയും? ഏകദേശം എത്ര കഥകൾ പറഞ്ഞു? ആദ്യത്തെ കഥ എന്ന് പറയുന്നത് ജലത്തിന്റെ ശക്തിയെക്കുറിച്ചാണ് ജോഷി സാർ പറഞ്ഞത്. രണ്ടാമത്തെ 6 കഥയുണ്ട്. യെസ്, 8 കഥകളുണ്ട് മൊത്തം. 8 രണ്ടാമത്തത് കാലനെ എന്താ പറയുന്നത്, പ്രത്യക്ഷപ്പെടുത്തുന്ന വ്യക്തി. മൂന്നാമത് പറഞ്ഞത് അവൾ നീലിമ. 4 അമ്മയ്ക്ക് ഒരു സമ്മാനം. 5-മത്തെ രുചി അല്ലേ? പിന്നെ പറഞ്ഞത് പേരിടിൽ, ആനയുടെ പേരിടിയിൽ. പിന്നെ ഞാൻ പറഞ്ഞു, ഇത്രയല്ലേ പറഞ്ഞുള്ളൂ? 7 മദേഴ്സ് ഡേ ഇട്ടാ മതി സാറേ. ഓക്കെ, മദേഴ്സ് ഡേ. 8 കഥയുണ്ട് സാർ.
ഓക്കെ, കുഴപ്പമില്ല. നിങ്ങൾക്ക് ഓർമ്മയിൽ എന്താ കഥകളെ കുറിച്ചൊക്കെ പറയും. എല്ലാവർക്കും കഥ പറയാമെങ്കിൽ അങ്ങനെ കഥ പറഞ്ഞോളൂ. എന്നാൽ പിന്നെ നമുക്ക് ചർച്ചയുടെ ആവശ്യമൊന്നുമില്ല. കഥകളൊക്കെ വളരെ ചെറിയ കഥകളല്ലേ, അതിൻ്റെ സാരാംശങ്ങളൊക്കെ നമുക്ക് കൃത്യമായിട്ട് കേൾക്കാം. നമുക്ക് ആഴ്ചയിൽ ഒരിക്കൽ, മാസത്തിൽ ഒരിക്കൽ ഇതുപോലത്തെ ഒരു ചെറിയ ചെറുകഥയുടെ ദിവസമാക്കാം. അപ്പോൾ എല്ലാവർക്കും കഥ പറയാം. മെൻസൻ സാർ അതെ. യെസ്, എന്തെങ്കിലും കമന്റ്സ് പറയൂ. ഉം. ശ്രീകുമാരി മാം പറയുമെന്ന്. എല്ലാം നല്ല കഥയായിരുന്നു. ചെറിയ കഥ, സാറിന്റെ കഥയാണ് ഏറ്റവും ലാസ്റ്റ് ആണെങ്കിൽ ഏറ്റവും നല്ല ഗുണപാഠ മോറൽ ഉണ്ടായിരുന്നു അതില്, അനുകരണീയം. പിന്നെ ആദ്യത്തേത് അതെന്താണ്, വയലുകളിലൂടെ വയൽ വരമ്പിന്റെയും പിന്നെ വേസ്റ്റിന്റെ കഥ, രാസമാലിന്യം, അങ്ങനെ എല്ലാം കൂടെ കൂട്ടിക്കുഴച്ചുള്ള ഒരു പള്ളിയിലോട്ട് പോകുന്നതും അവിടെ നിന്ന് സ്ഫടികത്തിൽ ജലം കിട്ടുന്നതും എല്ലാം വളരെ മനോഹരമായ രീതിയിൽ അവതരിപ്പിച്ചു. പിന്നെ അസാധാരണമായ ഒരു കഥ, കാലിനെ തപസ് ചെയ്ത് വരുത്തിയപ്പോ എല്ലാരും വിചാരിച്ചു ഇനി എന്നെ എത്രയും പെട്ടെന്ന് വിളിച്ചോണ്ട് പോണോന്ന് പറയാനായിരിക്കും ഒടുവിൽ എന്നെ ആരും കൊല്ലാൻ പാടില്ല എന്നായിരുന്നു ആഗ്രഹം. അതിനുവേണ്ടി ഡൈ ചെയ്തു, പല്ല് വെച്ചു, ഇതെല്ലാം ചെയ്തു. എന്നിട്ട് സമയമായപ്പോ പോവുകയും ചെയ്തു. പിന്നെ അടുത്തത് എന്താണ്, മകനും മകന്റെ കൂട്ടുകാരനും വേണ്ടി രുചികരമായ ഭക്ഷണം തയ്യാറാക്കി വെച്ച ഒരമ്മയുടെ നോവിന്റെ കഥ. അടുത്തത് ഒരു അഭിനയം, അലന്റെ കഥ. മില്യണയറായ ഒരാള് ഭിക്ഷാടനം നടത്തുന്നതായിട്ടുള്ളൊരു വേഷപ്രച്ഛന്നനായി അഭിനയിക്കുന്നു. അതിന് അഭിനയിക്കുന്നതിന് വേണ്ടിയുള്ള പാരിതോഷികമായി സമ്മാനങ്ങൾ കൊടുക്കുന്നതായിട്ടുള്ള ഒരു കഥ. അവസാനമാണ് അത് അറിയുന്നത് അയാൾ വേഷം മാറി വരുന്നയാളാണല്ല, യഥാർത്ഥത്തിൽ ഭിക്ഷക്കാരനല്ല എന്നത്. അടുത്തതായിട്ട് എന്തോന്നാണ് കഥ, ആനയുടെ കഥ. ആനയുടെ തറവാടായ ഗുരുവായൂരിൽ നടയിരുത്തി നാമകരണം ചെയ്യിക്കുന്ന ഭക്തി നിർഭരമായ കഥ. പിന്നെ മദേഴ്സ് ഡേയുടെ കഥ, അതെനിക്ക് നല്ല ഓർമ്മ. അമ്മയെ കാണാൻ വേണ്ടി പോകുന്നത്. പിന്നെ എന്താണ്, കത്ത് അല്ലേ, ഒരു കത്തെഴുതിയ കഥ, അത് സാറിന്റെ കഥയാണ്. ലാഭകരമായ സൂചനകൾ, റിട്ടയർഡ് പ്രവാസിയുടെ കഥ. കള്ളന് വേണ്ടി ഒരു കത്തെഴുതി വെക്കുകയും 1000 രൂപ സമ്മാനമായി നൽകുകയും കള്ളന് കുറെ ഉപദേശങ്ങൾ, വളരെ വിലപിടിപ്പുള്ള ഉപദേശങ്ങൾ നൽകി അയാൾ പണക്കാരനായി തിരിച്ചു വന്നു. 1,00,000 രൂപയും പിന്നെ ചോക്ലേറ്റ്, ഏലക്ക, കുറെ ഡ്രൈ ഫ്രൂട്ട്സുകളെല്ലാം സമ്മാനമായും തിരിച്ചു നൽകുന്നു. അങ്ങനെയുള്ള ഒരു നല്ലൊരു ഗുണപാഠകരമായ ഒരു കഥ, മോറൽ. എല്ലാം നല്ല കഥകളായിരുന്നു, രസമുണ്ട്. ഇതൊരു നല്ലൊരു കാര്യമാണെന്നാണ് തോന്നുന്നത്. അതുപോലെ ഒരു മാസത്തിൽ ഒരു അവസരം എല്ലാവർക്കും കൊടുക്കുന്നത് നല്ലതായിരിക്കും, എല്ലാവർക്കും പങ്കെടുക്കാൻ. തീർച്ചയായും അത് തന്നെ. ഇന്നിപ്പോൾ ജോഷി സാറാണ് ഈ നിർദ്ദേശം വെച്ചത്. സാറിൻ്റെ കഥ ചെറുതാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ പറഞ്ഞു ഞാനൊരു കഥ പറയാം. അപ്പോഴാണ് വിചാരിച്ചെന്നാൽ എല്ലാവർക്കും ഒരു ചെറിയ കഥകളെ പറയാനൊരു അവസരം കൊടുക്കുകയാണെങ്കിൽ എല്ലാവർക്കും അത് ഉപയോഗിക്കാം. ഇനിയും നമ്മൾ എഴുതുന്ന കഥയായാലും പാകപ്പഴകൾ എന്തെങ്കിലും ഉണ്ടെങ്കിലും കുഴപ്പമില്ല, എല്ലാത്തിന്റെയും കൂട്ടത്തിലാവുന്നു. അതെ അതെ അതെ. അല്ല, നമ്മൾ കഥ പറയുമ്പോൾ കഥ കറക്റ്റായിട്ട് പ്രസന്റ് ചെയ്യാനും പഠിക്കും, കുഴപ്പമില്ല. റോയ് സാർ പറഞ്ഞോളൂ. ആദ്യമായി ജോഷി സാറിന്റെ കഥയാണ്. നമ്മുടെ ഈ കാലഘട്ടത്തിലെ എൻവിറോൺമെന്റ് സാഹചര്യങ്ങൾ ഒരു മഴയുടെ രൂപത്തിൽ അവതരിപ്പിക്കുകയും വളരെ നന്നായി അവതരിപ്പിച്ചു. കാരണം മഴയ്ക്ക് നല്ല ഒരു തലത്തിൽ വീഴാൻ വേണ്ടി, മഴ പെയ്യാൻ വേണ്ടിയിട്ട് സെർച്ച് നടത്തുന്നതായിട്ടാണ് കാണിച്ചിരിക്കുന്നത്. അപ്പോൾ എവിടെ നോക്കിയാലും അതിൻ്റെതായ വൃത്തികേട് എല്ലാം ഇല്ലാണ്ട് ന്യായമായി കാണുന്നില്ല എന്ന് റെപ്രസെന്റ് ചെയ്യുന്ന ഒരു കഥയായിരുന്നു. നമ്മുടെ നാട്ടിലുണ്ടാകുന്ന അഴുക്കുകൾ പ്രോപ്പറായിട്ട് ഇത് മാനേജ് ചെയ്യാത്തത്, മദ്യപാനശീലം, വായുമാലിന്യം, പ്ലാസ്റ്റിക്, ഇതിൻ്റെല്ലാം വളരെ ഭംഗിയായി അവതരിപ്പിക്കാൻ
ഈ മഴയുടെ പ്രസന്റേഷനിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ വൃത്തിയുള്ള സ്ഫടികപാത്രമാണ് അതിനകത്തേക്ക് പ്രവേശിക്കാന്ന് കണ്ടപ്പോൾ അതും ഈ പറയുന്ന പോലെ ലിക്കർ ഉപയോഗിക്കുന്നതിന് വേണ്ടി വരുന്നു. അപ്പൊ ഒന്നും ഈ പറഞ്ഞതുപോലെ ഉദ്ദേശിക്കുന്ന പോലെ ഇല്ല. അടുത്ത് അറിയുമ്പോഴാണ് ഇതെല്ലാം വേറെ ഒന്നല്ലെങ്കിൽ വേറെ രീതിയിൽ കളങ്കപ്പെട്ടതാണ് എന്ന് അറിയിക്കുന്നതായിരുന്നു ജ്യോതിഷാറിന്റെ ഈ കഥ. പിന്നെ രണ്ടാമത് പ്രായവും കാലം. എല്ലാവരുടെയും ഒരാഗ്രഹം ആണ് മരിക്കാതിരുന്നാൽ കൊള്ളാമെന്ന്. പക്ഷേ മരിക്കാതിരിക്കാൻ രക്ഷയില്ല, മരിക്കും ഉള്ളൂ എന്നുള്ള ഒരു കാര്യമുണ്ട്. ഏതായാലും ഒരു വിഷമഘട്ടത്തിൽ കാലിനെ നേരിട്ട് കാണാൻ മരണം ഒഴിവാക്കി തരാനായിട്ട് തപസ് ചെയ്ത് മരണം ഒഴിവാക്കി തരുവാനുള്ള നിർദ്ദേശം കൊടുത്തിട്ടുണ്ട്. പക്ഷേ എത്ര അതൊക്കെ ആത്മവിശ്വാസത്തോടു കൂടി മരണം ഒഴിവായതായിട്ട് ജീവിച്ചാലും അവസാനം മരിക്കേണ്ടി വന്നു. ഇതിനൊരു കാര്യം മനസ്സിലാവുന്ന എന്നാന്ന് പറഞ്ഞാൽ ജീവിതം, മരണം എന്ന് പറയുന്നത് സ്വാഭാവികമായും നടന്നിരിക്കേണ്ട ഒരു കാര്യമാണ്. അത് ഒഴിവാക്കാൻ പറ്റുന്നതല്ല. അതനുസരിച്ച് നന്നായി ജീവിക്കാൻ നോക്കുക. കഥയിൽ നിന്ന് മനസ്സിലായ ഒരു കാര്യം. പിന്നെ രമാവതി മാഡത്തിന്റെ കഥയാണ് അടുത്തത്. ശ്രീകുമാരി മാഡത്തിന്റെ കഥയാണ് അടുത്തത്. പറഞ്ഞല്ലേ വളരെ പ്രതീക്ഷയോടുകൂടി ഈ മക്കളെ പഠിപ്പിച്ച് റാങ്കും ഒക്കെ മേടിച്ച് അവസരമൊക്കെ ആയി കഴിഞ്ഞ പെൺകുട്ടിക്ക് ലാസ്റ്റ് ഇതിൽ വന്നതായ ഒരു ദുരന്ത സാഹചര്യം കാണും. അപ്പോൾ എത്ര ആഗ്രഹത്തോടെ ഇതുകൂടി ആണെങ്കിലും എത്ര വലിയ ഇതായാലും ഇങ്ങനെയുള്ള ചില സംഭവങ്ങൾ സംഭവിക്കാൻ ചാൻസ് ഉണ്ട് എന്നാണ് കഥയിൽ സാരമായിട്ട്. പിന്നെ രമാവതി പാടത്തിന്റെ പ്ലാസ്റ്റിക് പൂക്കൾ വിൽക്കുന്ന കടയിൽ പോയ പറഞ്ഞു. അപ്പോൾ സ്വന്തം അമ്മയോടുള്ള സ്നേഹം മറ്റൊരു കുട്ടി തനിക്ക് താല്പര്യം തോന്നിയ കുട്ടി കാണിക്കുന്നത് കണ്ടപ്പോഴാണ് കൂടുതൽ പ്രേരണ വന്നത് എന്ന് തോന്നുന്ന ഒരു കഥയായിട്ടാണ് ഞാനത് മനസ്സിലാക്കിയത്. അമ്മയ്ക്ക് വേണ്ടി പൂവ് മേടിക്കാൻ വന്നപ്പോൾ കാശ് കുറവുണ്ടായിരുന്നത് കൊണ്ട് അവിടെ തന്നെ ഈ ആവശ്യത്തിന് വന്ന ആൾ കാശ് കൊടുത്തു. പിന്നെ അങ്ങനെ ഒരു ബന്ധം ഉണ്ടാക്കി. ആ ബന്ധത്തിലൂടെ ആണ് ഈ കുട്ടിയുടെ അമ്മ സ്നേഹം മനസ്സിലാക്കിയത്. അതോടുകൂടി സ്വന്തം അമ്മയെയും അതുപോലെ സ്നേഹിക്കാൻ തുടങ്ങുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ വേറെ എന്തോ മറ്റേ ജോലിയില്ലാത്ത ജോലിയുള്ള ഒരു പെൺകുട്ടിയെ സ്നേഹിച്ചു. വിവാഹം കഴിക്കാൻ നേരത്ത് പെൺകുട്ടിയുടെ പിതാവ് പറഞ്ഞ കാര്യം, അതായത് വരുമാനവും ഒക്കെ വേണമെന്ന് പറയുന്ന ഭാഗം. അപ്പൊ അതിനു വേണ്ടിയിട്ട് ഇങ്ങനെ പെയിന്റിങ് നടത്തുന്നത്, കൃഷിക്കാരൻ്റെ രൂപം വെച്ചുകൊണ്ട് പെയിന്റിങ് നടത്തുന്നത്. അവസാനം ഈ ഭിക്ഷക്കാരൻ എന്ന് പറയുന്നത് ഒരു വലിയ സാമ്പത്തിക നേട്ടമുള്ള ആളോ അദ്ദേഹത്തിൻ്റെ ഒരു ചെറിയ തമാശയായിട്ടാണ് ഇത് മനസ്സിലാക്കാൻ കഴിയുന്നത്. പിന്നെ സാബു സാറിന്റെ കഥയില് ഏതായാലും വിദേശത്ത് പോകാനായിട്ട് തയ്യാറായി പോകുന്ന അവസരത്തില് വീട്ടിലൊന്നും ഇല്ലെങ്കിലും വീടിട്ടേച്ച് പോയാൽ വല്ല കള്ളന്മാർക്കും ഇതൊന്നുമില്ല എന്നുള്ളത് അറിയില്ലല്ലോ. അവിടെ കയറി ഇതിന്റെ വീടൊക്കെ നാശാക്കി കളയുമല്ലോ എന്നുള്ളൊരു പേടിയോണ്ട് അദ്ദേഹം എഴുതി വെച്ച ഒരു കഥ, ഒരു കത്ത്, അത് ഈ ബൈ ചാൻസിന് വീട് പൊളിക്കാതിരിക്കാൻ വേണ്ടി എഴുതി വെച്ചിട്ട് പോയതാണെങ്കിലും അവിടെ കയറിയ കള്ളൻ അത് വായിച്ചപ്പോൾ വളരെ ഉപകാരപ്രദമായി. കാരണം കള്ളൻ അറിയാവുന്നതിനേക്കാളും കൂടുതൽ കാര്യം എതിർവശത്തുള്ള വീട്ടിൽ നിന്ന് കിട്ടും എന്ന് മനസ്സിലാക്കി. അപ്പൊ അതിനുള്ള ഗൈഡ് ലൈൻസ് കൊടുത്ത ഈ പറയുന്ന ഗ്രഹനാഥനോട് വളരെ സ്നേഹം അദ്ദേഹത്തിന് തോന്നി. അദ്ദേഹം ആ മോട്ടിച്ച വസ്തുവിന് കുറെ സന്തോഷം കൊണ്ട് കുറെ ഈ പറയുന്ന ശരിക്കും മോട്ടിക്കാനുള്ള കാശുള്ള സ്ഥലം കാണിച്ചു തന്ന അദ്ദേഹത്തിന് റിവാർഡായിട്ട് കൊടുത്തു. അദ്ദേഹത്തെ വളരെ സന്തോഷമാക്കി കഥയിൽ വെച്ച് പറയുന്നതാണ് ഇതിനകത്ത് അവസാനം നമ്മുടെ
സാറ് പറഞ്ഞ കഥ. അപ്പൊ ഈ കഥകളിലെല്ലാം കാര്യമുണ്ട്. ആ കാര്യം എന്താണ് എന്ന് തിരിഞ്ഞ് പറയാനുള്ള ഒരവസരമാണ് നമ്മൾ ഈ ചർച്ചയിൽ ഞാൻ ഉദ്ദേശിക്കുന്നത്. ഇത്രയൊക്കെ കാര്യങ്ങളാണ് എനിക്ക് മനസ്സിലായത്. ഓക്കെ, താങ്ക് യു. ശ്രമകരമായ ഒരു ജോലിയാണല്ലേ, ഇത്രയും കഥകൾ നീട്ടി പറഞ്ഞിട്ട് എൻ്റെ ഇത് പറയാം. എനിവേ ഡോക്ടർ പറയൂ. ഈ അഷ്ടകഥകളും അഷ്ടഗാഥികരെയും ഒക്കെ ഞാൻ ഈ കഥകൾ ആസ്വദിക്കുന്നതിൻ്റെ ഒപ്പം തന്നെ ഞാൻ വലിയൊരു കാര്യം കണ്ടുപിടിച്ചു ഇതിൽ. ഈ കള്ളൻ ടിപ്സ് കിട്ടിപ്പോയി മോഷ്ടിച്ച പോലെയല്ല, ഈ കഥകൾ അവതരിപ്പിച്ചവരുടെ ഒരു മനോനിലയാണ് ഞാൻ ശ്രദ്ധിച്ചത്. അവർ സെലക്ട് ചെയ്ത കഥകളുടെ സവിശേഷതകൾ കൊണ്ട് നമ്മുടെ ജോഷി സാറിന് ഈ മലിനീകരണത്തിനെതിരെയുള്ള ആ ഒരു പ്രതിരോധം മനസ്സിൽ കിടപ്പുണ്ട്. അതേപോലെ ഓരോരുത്തരുടെയും ഈ ഡോക്ടർ നീലിമയുടെ കഥയും പിന്നെ അമ്മയുടെ ഭക്ഷണത്തിന്റെ രുചിയും പിന്നെ ഒക്കെ പറഞ്ഞ മോഡൽ മില്ലിയനെയർ, പിന്നെ അത് ഓസ്കാർ വൈൽഡിൻ്റെതാണ്. അപ്പോൾ അത് നല്ല കഥ ഒക്കെ ആയിട്ട്. അപ്പോൾ ഇതിൽ ഏറ്റവും രസമുള്ള കഥയായിട്ട് ഞാൻ ആസ്വദിച്ച സാബു സാറിൻ്റെ കഥ തന്നെയാണ്. കാരണം തീർച്ചയായിട്ടും ഈ കള്ളൻ നമ്മുടെ ഈ മാറ്റിനി പ്ലാറ്റ്ഫോമിൽ വരുന്ന ഒരാളാണെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. കാരണം ഇതിൽ ഈ സാബു സാറ് പ്രയോഗിക്കുന്ന ഓരോ കാര്യങ്ങൾ, ഇത് അതിമനോഹരമായിട്ടുള്ള ഒരു കൗശലം ഒളിപ്പിച്ചു വെച്ച ഒരു കഥയാണ്. കാരണം ഇത്രയും സർഗശേഷിയൊക്കെയുള്ള സന്മാർഗിയായ ഒരു കള്ളൻ എൻ്റെ വീട്ടിൽ വന്നാൽ എന്ന് ഞാൻ ആഗ്രഹിച്ചു പോയി. ഇനി വിദേശത്ത് പോകുമ്പോഴൊക്കെ 1000 രൂപയും ഒരു കുറിപ്പും എഴുതി വെക്കാം. സമാധാനത്തിലിരുന്ന് ആ കുറിപ്പ് വായിക്കുകയും തിരിച്ചു വരുമ്പോൾ 1,00,000 രൂപയും ഡ്രൈ ഫ്രൂട്ട്സും ഈ ഐസ്ക്രീമും ഒക്കെ തിരിച്ചു തരുന്നത് പോലെയുള്ള ഒക്കെ നമ്മുടെ മോഹങ്ങളാണ്. ഞാൻ ഈ 8 കാഥികരുടെയും ഈ ആഗ്രഹങ്ങളും കൊതികളും മനോനിലകളും അതിൽ ആൺപെൺ കാഥികരുടെ കഥനത്തിന് അവർ സെലക്ട് ചെയ്ത വിഷയങ്ങളും ഒക്കെ ഇങ്ങനെ കൗതുകത്തോടെ കേൾക്കുകയായിരുന്നു. ഇപ്പോഴും നമ്മുടെ അമ്മമാര് എന്ന് പറഞ്ഞ വനിതാ കാഥികരൊക്കെ ഒതുക്കുന്ന ഐഡിയലായിട്ടുള്ള ഒരു ലോകം, വാത്സല്യനിധിയായ മകൻ, അമ്മയുടെ പിറന്നാളിന് ഓടിയെത്തുന്ന മദേഴ്സ് ഡേയില് പൂക്കളും ഒക്കെ ആയിട്ട് എത്തുന്ന മക്കളെ കാത്തിരിക്കുന്നവരാണ് നമ്മുടെ പ്ലാറ്റ്ഫോമിൽ വരുന്ന നമ്മുടെ ഈ സഹോദരിമാർ എന്നുള്ളതൊക്കെ വളരെ. അതുപോലെ ഈ മതത്തിനെതിരായിട്ട് ആഗ്രഹിക്കുന്ന ഈ ചെമ്മനം ചാക്കോ ആനയ്ക്ക് പേരിട്ട് കഥയും ഒക്കെ സെലക്ട് ചെയ്യുന്നത് നമ്മുടെ ഈ പ്ലാറ്റ്ഫോമിലുള്ള 8 കാഥികരും എത്ര നല്ല സുന്ദരമായ പൂവിടരുന്ന മനസ്സുള്ളവരാണ് എന്നുള്ളത്. അതിലൊരു ദുഷ്ടകഥയും ആരും പറഞ്ഞില്ല. കള്ളനെ ഇറക്കിയെങ്കിലും ഞാൻ പേടിച്ചു, കള്ളൻ എന്താണ് ചെയ്യാൻ പോകുന്നതെന്ന് ആഗ്രഹിച്ചെങ്കിലും സാബു സാറ് നല്ല കള്ളൻ പവിത്രനെയാണ് അവതരിപ്പിച്ചത്. അല്ല, പവിത്രമായ മനസ്സുള്ള ഒരു കള്ളനെയാണ് അവതരിപ്പിച്ചത്. പക്ഷെ എനിക്ക് വലിയ സങ്കടം തോന്നിയ ഒരു കഥ, ഈ പൂക്കൾ പനിനീർ പൂക്കളും വാങ്ങിയിട്ട് ആ പെൺകുഞ്ഞ് അമ്മയുടെ ശവക്കല്ലറയുടെ മുന്നിലെത്തിയിട്ട് അതവിടെ വെക്കുകയും അവിടെ നൃത്തം ചെയ്യുകയും ഒക്കെ പഠിച്ച നൃത്തം. അപ്പോഴാണ് എനിക്ക് ഒരു അതിപ്രശസ്തയായ ഒരു നർത്തകിയുടെ അമ്മ മരിച്ചു കിടക്കുമ്പോൾ അവര് ആ ജഡത്തിനടുത്ത് നിന്ന് നൃത്തം ചെയ്ത് അമ്മയ്ക്കുള്ള ട്രിബ്യൂട്ട് അർപ്പിക്കുന്നത് നമ്മളൊക്കെ കാണുകയുണ്ടായി. അപ്പോൾ അത് അമ്മ ഏറ്റവും ഇഷ്ടപ്പെടുന്ന കാര്യം അമ്മയുടെ മരണം കഴിഞ്ഞിട്ടും അവിടെ മനോഹരമായിട്ട് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്നതൊക്കെ വളരെ ഇത് വ്യത്യസ്തമായിട്ടുള്ള 8 കഥകളായിരുന്നു. അപ്പം നമുക്കൊരു ഈ പുതുമ ഉള്ള ഒരു കാര്യം. അതിലേറ്റവും രസകരമായിട്ടുള്ളത് നമ്മുടെ ഈ സാമൂഹ്യ വിമർശനമുണ്ട് സാബു സാറിൻ്റെ കഥയിൽ. നമ്മളൊക്കെ ഈ നമ്മുടെ പെൻഷൻ കൊണ്ടോ നമ്മുടെ ചെറിയ വരുമാനങ്ങൾ കൊണ്ടൊക്കെ സന്തോഷകരമായിട്ട് ജീവിക്കുമ്പോൾ ഈ 10 ലഭിച്ചാലായി 100-ന് മോഹം, 100 ലഭിച്ചാലോ 1000 ആകണം, 1000-മോ 10,000 ആകണം എന്നൊക്കെയുള്ള രീതിയിൽ ഈ രാഷ്ട്രീയക്കാരും കരാറുകാരും പിന്നെ PWD കോൺട്രാക്ടറെ പറഞ്ഞോളൂ, സാർ എഞ്ചിനീയറെ പറഞ്ഞില്ല. അപ്പോൾ ഇവരെല്ലാവരും കൂടെ ഈ ഒരു അലക്സാണ്ടർ മരിച്ചതിന് ശേഷം ശവപ്പെട്ടിയിൽ നിന്ന് പുറത്തേക്കിട്ട് ഈ തുറന്നു പിടിച്ച കൈയുമായിട്ട് പോയതുപോലെ പിന്തിരിഞ്ഞ് ലോകത്തു നിന്ന് പോകാനുള്ളവരാണ്. പക്ഷെ എത്ര വാരിക്കൂട്ടിയിട്ട് ഇവർക്കാർക്കും മതിയാവാത്തതിൻ്റെ ഒരു അവസ്ഥയുമൊക്കെ ആക്രാന്തം പിടിച്ച ഒരു ജനസമൂഹമായിട്ട് മാറിക്കഴിഞ്ഞു. എത്ര ലഭിച്ചാലും മതിയാവാത്ത ഒന്ന്. പക്ഷെ അതിൻ്റെ ഇടയിൽ ഈ പനിനീർപ്പൂവായിട്ട് എത്തിയ പെൺകുട്ടിയും അതേപോലെ തന്നെ കല്യാണം കഴിക്കാൻ കാശില്ലാത്തവൻ ഒരു നന്മ ചെയ്തപ്പോൾ ലഭിച്ച പ്രതിഫലവും ഒക്കെ എനിക്കറിയാവുന്ന ഒരു കഥ ഇതിനോട് ചേർത്ത്, കഥയല്ല സംഭവമാണ്. വലിയൊരു പൈസക്കാരൻ, അദ്ദേഹത്തിൻ്റെ മക്കളും ഒക്കെ വിദേശത്തും ഒക്കെ അദ്ദേഹത്തിന് നോക്കാൻ ആരും ഇല്ലാതെ വന്നപ്പോൾ ഒരു ചെറുപ്പക്കാരനാണ് അദ്ദേഹത്തിൻ്റെ കൂടെ നിന്നതും ഒക്കെ. അത് കഴിഞ്ഞതിന് ശേഷം ഈ
അത് അല്ലെങ്കിൽ ഞാനത് തുറന്നു പറയാം സത്യം. അതായത് എൻ്റെ ഒരു ബന്ധു PWD എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിന് ഭാര്യ അത് വേണ്ടത്ര ശുശ്രൂഷിക്കാതെ വന്നപ്പോൾ അദ്ദേഹം ഒരു ഹോം നഴ്സിനെ ആശ്രയിച്ചിരിക്കേണ്ടി വന്നു. ആ ഹോം നഴ്സ് ഒരു പാവപ്പെട്ട വീട്ടിലെ സ്ത്രീയാണ്. അവർക്ക് ഇദ്ദേഹം ഈ മരിക്കും എന്നൊക്കെ തോന്നിയപ്പോഴത്തേക്ക് അവർക്ക് നമ്മുടെ തൃശ്ശൂർ കേരളവർമ്മ കോളേജിന് മുന്നിലുള്ള അദ്ദേഹത്തിൻ്റെ വീടും കൊടുങ്ങല്ലൂർ പുല്ലൂറ്റെന്ന് പറഞ്ഞ സ്ഥലത്തുള്ള അദ്ദേഹത്തിൻ്റെ വലിയ ബംഗ്ലാവും അദ്ദേഹത്തിൻ്റെ കാറും എല്ലാം ഈ അദ്ദേഹത്തിനെ അവസാന കാലത്ത് ശുശ്രൂഷിക്കാൻ നിന്ന് സ്ത്രീയുടെ പേരിൽ എഴുതി കൊടുത്തിട്ടാണ് അവര് മരിച്ചത്. അപ്പോൾ അയാൾ മരിച്ചത്. അദ്ദേഹത്തിന്റെ സഹോദരിമാരെല്ലാം കൂടി ഇപ്പൊ കേസ് കൊടുക്കുകയാണ്. ഈ നോക്കിയ ഇവൾക്ക് ഇത് കിട്ടാൻ എന്താണ് വഴി, അവളത് തടയാൻ എന്താണ് മാർഗം എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ ബന്ധുക്കളെല്ലാം കൂടെ തറവാട്ടിൽ കൂടിയിട്ടിരുന്ന് ഗൂഢാലോചന നടത്തുകയാണ്. അപ്പോൾ അതിൽ അവിടേക്ക് പുള്ളിയുടെ ഒരു ബന്ധത്തിലുള്ള ഒരു പെൺകുട്ടി എന്ന എൻ്റെ വൈഫിൻ്റെ ചേച്ചിയുടെ മകളുണ്ട്. അപ്പോൾ രോഹിണിക്ക് അവർ കത്തെഴുതിയിരിക്കുന്നു, നമുക്കിത് എങ്ങനെയും തടയണമെന്ന്. അദ്ദേഹം 5 കൊല്ലം വയ്യാതെ നടന്നപ്പോൾ നോക്കാൻ ഈ സഹോദരിയും ആരും ഉണ്ടായിരുന്നില്ല. അത് ഇത്രയും സ്വത്ത് കിട്ടുന്നു കോടിക്കണക്കിന് എന്നറിഞ്ഞിട്ട് ഓടി വരുന്ന പോലെ. ഇതുപോലെ ദൈവം അത്ഭുതകരമായിട്ട് പ്രവർത്തിക്കുന്ന കുറേ കാര്യങ്ങളൊക്കെ, കഥകളൊക്കെ മനോഹരം. നമുക്ക് മാസത്തിലൊരിക്കൽ വളരെ ലെങ്തി ആയിട്ടുള്ള കഥകൾ വായിക്കുന്നതിനേക്കാളും രസമാണ് നുറുങ്ങ് കഥകൾ ഇങ്ങനെ അവതരിപ്പിക്കുന്നത്. പക്ഷെ വലിയ വെളിപ്പെടുത്തൽ നടക്കുന്നുണ്ട് കേട്ടോ. നമ്മളിൽ ആരൊക്കെയാണ് ദുഷ്ട കഥാപാത്രങ്ങൾ, ആരൊക്കെയാണ് ഹാസ്യ കഥാപാത്രങ്ങൾ, ആരൊക്കെയാണ് വില്ലനും വില്ലത്തിയും ഒക്കെ സാറിൻ്റെ പ്ലാറ്റ്ഫോമിൽ എത്തുന്ന ഈ സന്ധ്യയ്ക്ക് എത്തുന്ന ചങ്ങാതിമാരിലെ അവരുടെ പേഴ്സണാലിറ്റി ഒക്കെ വെളിപ്പെടുന്ന ഗംഭീരമായിട്ടുള്ള ഒരു അനുഭവമായിരുന്നു എനിക്ക് കഥയേക്കാളേറെ. താങ്ക് യു. ഐ കൺക്ലൂഡ്. തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷകരമായ ഒരു അനുഭവം. അടുത്ത ആഴ്ച നമ്മൾ ഇതേപോലെ തന്നെ മുന്നോട്ട് പോകും. എല്ലാവരും വിൽസൺ ജോസ് സാറ്, സുജോധൻ ഡോക്ടർ, എല്ലാവരും ഓരോ കഥയായിട്ട് പറഞ്ഞു കേട്ടോ. അടുത്ത ആഴ്ച നമ്മൾ ഇങ്ങനെ തന്നെ പോകും, ചെറു കഥകളിലൂടെ. മോഹൻദാസ് സാർ. ആദ്യം ജോസഫ് സാറിന്റെ കഥയാണ് അതിലൊരു പഴയൊരു കവിതയാണ് ഓർമ്മ വരുന്നത്. കണ്ണുനീർ തുള്ളിയെ സ്ത്രീയോട് ഭൂമിച്ച കാവ്യഭാവനെ, നിനക്ക് അഭിനന്ദനം എന്ന് പറഞ്ഞ പോലെ ഇത് മഴനീർ തുള്ളിയെയാണ് അദ്ദേഹം സ്ത്രീയോട് ഭൂമിച്ചിരിക്കുന്നത്. ആദ്യം അവൾ താഴോട്ട് ഇറങ്ങി വരുന്നു. അത് ആകാശത്തിൽ നിന്നും പിന്നെ കാസബിന്ദുക്കൾ മഴയായിട്ട് മാറുമ്പോഴുള്ള അവസ്ഥയും അത് നിലത്തിൽ വന്ന് പതിക്കുന്നത് വരെയുള്ള അവിടെ യാത്രയും വളരെ മനോഹരമായിട്ട്, അത് നമ്മൾ ചിന്തിക്കാൻ പറ്റാത്ത രീതിക്കുള്ള ഒരു ഭാവനയിൽ കൂടിയ ആ കഥാകൃത്ത് ജോൺസൺ പോർദർസാണ് എഴുതിയത്. നന്നായിട്ട് ഉണ്ടായിരുന്നു. അത് വീണ്ടും സാറ് പ്രസന്റ് ചെയ്തിട്ട് കേൾക്കാൻ നല്ല സുഖമുണ്ടായിരുന്നു. കാരണം എന്താ പറഞ്ഞ പോലെ ഓരോ മഴത്തുള്ളിക്കും അതിൻ്റെ ഉള്ളിൽ ആഗ്രഹം, അതിൻ്റെ മോഹം, അല്ലെങ്കിൽ അതിൻ്റെ ജന്മസാവല്യം നന്നായിരിക്കണം എന്നുള്ള ഒരു എന്താ പറയുക ഒരു അഭിലാഷം എല്ലാവർക്കും മനുഷ്യന് പോലെ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും ഉണ്ട് എന്നുള്ളതിന് നന്നായിട്ട് പ്രസന്റ് ചെയ്തു. അത് പിന്നെയുള്ള ഗോമർ സാറിൻ്റെ ആണ് അവസരിക്കുന്ന ഒരാള് മറ്റേ യമനോടുള്ള ഒരു ചോദ്യം. അത് ഇടയ്ക്ക് വേറെ ഒരു ഇതൊന്നും ഉണ്ടായിരുന്നു, ബ്രഹ്മനോടൊന്നും ചോദിക്കുന്നുണ്ട്. ആദ്യം പറയുന്ന ആയുസ് കൂട്ടിക്കിട്ടണമെന്ന് പറഞ്ഞു. ആയുസ് വീട്ടിൽ കൊടുത്തു. അയാൾ എന്ത് ചെയ്യാൻ മരിക്കുന്നില്ല, പക്ഷെ അയാൾക്ക് ആഹാരം കഴിക്കാൻ പറ്റാത്ത അവസ്ഥയും മറ്റൊക്കെ ആയിരുന്നു. അപ്പം പറഞ്ഞു എനിക്ക് ആഹാരം കഴിക്കണം, അതുപോലെ ജീവിക്കുന്നുണ്ട്. അപ്പം ആഹാരം കഴിക്കാനും ഇതും കൊടുത്തു. ഇന്ന് കഴിഞ്ഞപ്പം വേറെ ഒന്നിനും അയാൾക്ക് ഉണ്ടാകാൻ പറ്റത്തില്ല. അത് കഴിയുമ്പോൾ വേറെ ആൾക്ക് ഒരു 350 വർഷം കൊടുത്തു. അപ്പം അങ്ങനത്തെ വസ്തുക്കളൊക്കെ കിട്ടണമായിരുന്നു മക്കൾക്ക് വേണ്ടിയിട്ട്. അപ്പം അയാളുടെ അച്ഛൻ മരിക്കുന്നില്ല, അയാളുടെ മോൻ മരിക്കുന്നില്ല, എല്ലാവരും മരിക്കും. പിന്നെ ആരും മരിക്കാതെ വരുമ്പോഴുള്ള ഒരവസ്ഥ. അപ്പോൾ അതുകൊണ്ട് യഥാസമയങ്ങളിൽ നടക്കേണ്ട കാര്യങ്ങൾ നടന്നാലേ, എന്താ പറഞ്ഞല്ലേ, ജനനം പോലെ തന്നെയാണ് മരണത്തിനും അതിൻ്റെ ഒരു രീതിയുണ്ട്. ആ രീതിക്ക് അത് നടന്നു പോകും എന്നുള്ള ഒരു വലിയ സത്യമാണ്. പിന്നെ സീമരം എടുക്കുന്ന അവൾ നീലിങ് പറഞ്ഞാൽ ഒരു പ്രേമനൈരാശ്യം കൊണ്ട് തളർന്നു പോകാതെ അവിടെ നിന്നും ഒരു ഉയർത്തെഴുന്നേൽപ്പ് പോലെ വന്ന് സ്വന്തം കുടുംബത്തിനെയും സ്വന്തം ജീവിതത്തിനെയും നല്ല നിലയിലേക്ക് കൊണ്ടുവരുമ്പോൾ ആ പഴയ ആൾ തന്നെ വീണ്ടും ഇവിടെ സേവനത്തിന് വേണ്ടി വന്ന് യാചിക്കുന്ന ഒരു അവസ്ഥ, അതും നന്നായിട്ട് പ്രസന്റ് ചെയ്തു. പക്ഷെ അവസാനം ആ വേട് കേട്ടില്ല, ലാസ്റ്റ് ലൈൻ പറഞ്ഞൊരു എന്താണെന്ന് മനസ്സിലായില്ല. രമാദേവിയുടെ കുട്ടികൾക്കുള്ള കഥ, മദേഴ്സ് ഡേ. മരിച്ചുപോയ ഒരു ശവക്കല്ലറയിൽ മുമ്പിൽ നിന്ന് ആ സ്നേഹം, അമ്മയോടുള്ള സ്നേഹം അല്ലെങ്കിൽ വാത്സല്യം പ്രകടിപ്പിക്കുന്ന ഒരു പെൺകുട്ടി, കൊച്ചുകുട്ടി. പക്ഷെ വളരെ മുതിർന്ന അറിവും പക്വതയും ഉള്ളതാണ് ജീവിച്ചിരിക്കുന്ന അമ്മയെടുത്ത് ചെല്ലാൻ കാണിക്കുന്ന വിമുഖത. ആ ഒരു നല്ലൊരു ഗുണപാഠം ആ കൊച്ചുകുട്ടിയിൽ കൂടി കഥാകാരി അത് നമുക്ക് കാണിച്ചു തരുന്നുണ്ട്.
ആ തെറ്റ് അയാൾ ഉണർന്ന് കല്ലറയ്ക്കൽ മൂപ്പ് പോകുന്നതിനേക്കാൾ നല്ലത് ജീവിച്ചിരിക്കുന്ന സമയത്താണെന്ന് വിചാരിച്ച് എല്ലാ തിരക്കും മാറ്റി വെച്ച് അമ്മയുടെ അടുത്തേക്ക് പോകുന്നു. ആ ഒരു മാനസിക ഒരു പിന്നെ അടുപ്പം തുറന്നു കാണിക്കാനുള്ള ഒരു സന്ദർഭമായിട്ട് പിന്നെയുള്ളത് ഉഷ മാഡത്തിൻ്റെ ആണ്. അതെനിക്ക് അവസാനത്തത് അത്രയ്ക്ക് മനസ്സിലായത്. കോതമംഗലത്തുള്ള വീട്ടിലും എൻ്റെ മ്യൂസിക് പ്രാക്ടീസ് ഒക്കെ പറഞ്ഞു തന്നു. അവസാനം പറഞ്ഞപ്പോൾ പെട്ടെന്നായിപ്പോയെന്ന് തോന്നുന്നു. പിന്നെ സ്നേഹ മാഡത്തിൻ്റെ ആ ഓസ്കാർ വൈൽഡിൻ്റെ മില്ലിനർ, എനിക്കും ആ പിശകനായിട്ട് വന്നത് ആ മില്ലിനർ തന്നെയാണ്. ആ മില്ലിനറുടെ മകളെ ആയിരിക്കും ഇങ്ങനെ പിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിച്ചത്. അതുകൊണ്ടായിരിക്കും അങ്ങനെ ആ $10,000 പൗണ്ട് നിങ്ങളുടെ വിവാഹ സമ്മാനമായിട്ട് കൊടുക്കുന്നത്. അവർക്ക് മാത്രമല്ല അറിയുള്ളൂ 10,000 പൗണ്ട് കൊണ്ടുവന്നാലേ മകളെ കല്യാണം കഴിക്കുന്നു. കാരണം അവൻ്റെ ആ ദാരിദ്ര്യത്തിൽ പോലും ഇയാളുടെ ആ പിശക്കാരനോടുള്ള ഒരു അലിവ്, അല്ലെങ്കിൽ അവന് സഹായിക്കണം എന്നുള്ള ഒരു നല്ല മനസ്സിനെയാണ് അങ്ങനെ കാണുന്നത്. മാത്രമല്ല ഇങ്ങയുടെ ആ വേഷം യാഥാർത്ഥ്യമായി എന്നുള്ളതിന് ഒരു പിശക്കാരനായിട്ട് തന്നെ അഭിനയിക്കാൻ അയാൾക്ക് സാധിക്കുന്നുള്ളത് വന്നപ്പോൾ അയാൾക്ക് അയാളുടെ പിന്നെ ഭഗിയുടെ ആ നല്ല മനസ്സിന് വേണ്ടിയിട്ടാണ് അയാൾ തൻ്റെ മകളെ കൊടുക്കുന്നത്. ആൾക്ക് നല്ലൊരു മനസ്സുണ്ട്, പണമില്ലെങ്കിലും നല്ല മനസ്സുണ്ട് എന്നുള്ള എനിക്ക് മനസ്സിലായത്. പിന്നെയുള്ളത് നമ്പൂതിരി, അത് തന്നെയാണ് പറഞ്ഞ പോലെ റോയിസാർ പറഞ്ഞതുപോലെ മനുഷ്യർക്ക് മാത്രമല്ല എല്ലാ ജീവജാലങ്ങൾക്കും ജാതി കൽപ്പിക്കുന്ന ഒരു വ്യവസ്ഥ ഇവിടെ വന്നുപോയി എന്നുള്ളതല്ലാണ്. പേര് എന്തിരിക്കുന്നു എന്നുള്ളതല്ല, പേരിലും കാര്യമുണ്ടെന്നുള്ളതായി. ഇതിനു മുമ്പൊരു കഥ നമ്മൾ ഉണ്ടായിരുന്നു. കാരണം പല അനുഭവങ്ങളുണ്ടായിരുന്നു. പിന്നെ ക്രിസ്ത്യൻ പേരിട്ട് വരുന്ന ഹിന്ദുക്കളുണ്ട്, ഹിന്ദുക്കളുടെ പേരിട്ട് വരുന്ന ക്രിസ്ത്യൻസിനുണ്ട്. അവരൊക്കെ ആ ജീവിക്കുന്ന സാഹചര്യത്തിൽ അങ്ങനെയുള്ള ഒരു അടുപ്പം കൊണ്ട് ഇട്ട് പോകുന്നതാണ്. പിന്നെ ജീവിത രീതിയൊക്കെ മാറുന്നത് ഇതും പേര് മാറുന്നില്ല. അങ്ങനെ കൊണ്ട് കഥകളൊക്കെ കേട്ടിട്ടുണ്ട്. പിന്നെ താപസാറിൻ്റെ കഥ ഞാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ വായിച്ചതാണ്. അത് വാട്സപ്പിലാണോ വേറെ ഏതെങ്കിലും ഇതേ ഇത് തന്നെ നല്ല രസകരമായിട്ടുള്ള ഇത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അത് നന്നായിട്ട് ഇതാക്കിയിട്ടുണ്ട്. മൊത്തത്തിൽ 8 കഥയും എൻ്റെ സുവർണ സാറ് പറഞ്ഞ പോലെ വ്യത്യസ്തമായ മനോഭാവങ്ങളാണ്. ഈ പറഞ്ഞ പോലെ എല്ലാ പോസിറ്റീവ് തിങ്കിങ് ആണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഈ ഒരു മണിക്കൂറും നന്നായിട്ട് തന്നെ നമുക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. ഇത് തന്നെ തുടർന്ന് പോകട്ടെ. അടുത്ത ആഴ്ച നമുക്ക് ഇതേപോലെ തന്നെ തുടരാം. ജോഷ് സാർ, നമുക്ക് എനിക്ക് 8:30 ഒരു ക്ലാസ് ഉണ്ട്. 8:25 വരെ നമുക്ക് പോകാം കേട്ടോ. ജോഷ് സാർ പറയും. എനിക്ക് പ്രത്യേകിച്ചൊന്നും പറയാനില്ല. നന്നായിരുന്നു എല്ലാവരുടെയും കഥയും എന്ന് മാത്രം ഒറ്റ വാക്കിൽ ഞാൻ അവസാനിപ്പിക്കുന്നു. എല്ലാം നന്നായിരുന്നു. ഓക്കെ, വേറെ ഇനി ആർക്കാ പറയാനുള്ള? വിൻസെന്റ് സാർ എന്ന് പറയും. ഞാൻ പറഞ്ഞോളൂ. പറയും. ജോഷി സാറിന്റെ കഥ എനിക്ക് മുഴുവൻ കേൾക്കാൻ പറ്റിയില്ല, അവസാനം ഞാൻ കേട്ടത്. പിന്നെ എനിക്ക് എന്നെ ആകർഷിച്ചത് 3 കഥകളാണ്. ഒന്ന് റോയ് സാറ് പറഞ്ഞ ജാതിയുടെ പേരിലാണ് ജാതി. ഇതെനിക്ക് അനുഭവമാണ്. കാരണം ഞാൻ ജംഷഡ്പൂരിലൊക്കെ ഉണ്ടായിരുന്ന സമയത്ത് എൻ്റെ കൂടുതൽ ഫ്രണ്ട്സ് ഹിന്ദുക്കളായിരുന്നു. അല്ലെങ്കിൽ ഞാൻ അധികം ഇടപഴകിയിരുന്നത് അവരുടെ കൂടെ പല അമ്പലങ്ങളിലൊക്കെ പോയേണ്ടി വന്നിട്ടുണ്ട്. ഇപ്പൊ കല്യാണത്തിന് ഗുരുവായൂരൊക്കെ പോയ സമയത്തൊക്കെ ഈ എന്താണ് പേര് പറഞ്ഞു നാളൊക്കെ പറഞ്ഞിട്ട് ചില ക്ഷേത്രങ്ങളിൽ വഴിപാട് നടത്തും. അപ്പൊ വിൻസെന്റ് ജോസ് എന്ന് പറയാനായിട്ടുള്ള ഒരു കാരണം വിനോദ് എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെയാണ് ചെയ്തിരുന്നത്. അവർക്കൊരു ആഗ്രഹം. എനിക്ക് അപ്പൊ എൻ്റെ ഉത്തരം നാളാണ്, അതെനിക്കറിയാം. ഉത്തരം നാള് പറയും, പക്ഷെ പേര് വിൻസെന്റ് ജോസിന് പകരം വിനോദ് എന്ന് പറയും. അപ്പൊ അങ്ങനെ ഞാൻ ആക്കിയിട്ടുണ്ട്. അപ്പൊ അതാണ് ജാതി പേരിലാണ്. അല്ലാണ്ട് ഈ ആള് ബ്രാഹ്മണനെ പറ്റി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ബ്രഹ്മത്വമുള്ളവനാണ് ബ്രാഹ്മണൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അല്ലാതെ വെറുതെ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചുകൊണ്ട് മാത്രം ഒരാൾ ബ്രാഹ്മണനാവണില്ല. അതുപോലെ തന്നെയാണ് നമ്മള് കർമ്മഫലം കൊണ്ട് എങ്ങനെയാണോ ജീവിക്കണേ അതാണ് അവന്റെ ശരിക്കും ജാതി വേണ്ടത്. എനിവേ, അതുപോലെ തന്നെയാണ് ഒരു കഥ മറ്റേ എന്താണ് കാലനോട് യമരാജനോട് പറയുന്നത്, എനിക്ക് ആയുസ് നീട്ടിക്കിട്ടണമെന്ന്. ഞാൻ പണ്ടൊരു കഥ കേട്ടിട്ടുണ്ട്. ഒരു പാമ്പ് ഒരു തവളയെ കയറി പിടിക്കുകയാണ്. തവളയുടെ പകുതി ഭാഗം പാമ്പിന്റെ ഉള്ളിലായി, തല മാത്രമാണ് പുറത്തുള്ളത്. ആ സമയത്ത് അവിടെ കൊണ്ട് ചെറിയൊരു പാറ്റ, എന്തോ ചെറിയൊരു പ്രാണി പറന്നു വന്നപ്പോ ആ തവള നാക്ക് നീട്ടി അതിനെ ഉള്ളിലാക്കി. അപ്പൊ നമ്മളിലൊക്കെയും പകുതിയുടെ അധികം നമ്മുടെ ജീവിതം കഴിഞ്ഞു 10-60 വയസ്സൊക്കെ കഴിയുമ്പോൾ. പക്ഷെ വീണ്ടും ജീവിക്കാനുള്ള ആർത്തിയോ ആസക്തിയോ ആണ് നമുക്ക്, നമ്മുടെ ലൗകിക സുഖങ്ങളോടുള്ള ഒരു ആസക്തി. അതാണ് ഇൻഡയറക്റ്റ് ആയിട്ട് അതിലും വരുന്നുണ്ട്.
അതുപോലെ പിന്നെ മേഡത്തിന്റെ ആ കഥ, അമ്മയോടുള്ള സ്നേഹം അത് ആ ഒരു പെൺകുട്ടിയെ അവിടെ പോയി കാണിക്കുമ്പോഴാണ് അത് തോന്നിയത്. അതുവരെ മദർസ്നേഹം എന്നില്ലെങ്കിൽ മദേഴ്സ് ഡേക്ക് അത്രയ്ക്ക് പ്രാധാന്യം കൽപ്പിച്ചിരുന്നില്ല. നീലിമ എന്നുള്ള കഥ എനിക്ക് അവസരം മനസ്സിലായില്ല. എന്താ പറഞ്ഞൊരു വാക്ക്, അതെന്താണെന്ന് മനസ്സിലായില്ല. ഞാൻ വായിക്കാം. എന്നാ പിന്നെ സമയമില്ല. കേട്ടോളൂ, രണ്ടാമത് കേട്ടോളൂ. അതാണ്. അതുപോലെ തന്നെ സാറിന്റെ കഥ ഇതുപോലെ തന്നെ ഒരു മെസ്സേജാണ്. ഇതിപ്പോ ഞാൻ പെരുമ്പാവൂരുള്ള വീട് പൂട്ടിക്കിടക്കുക. അവിടെ ഞാൻ എൻ്റെ അലമാരിയും ലോക്കറൊക്കെ ഞാൻ ചാവി താക്കോൽ അതിൽ തന്നെ വെച്ചിരിക്കണത്. കാരണം ഒന്നുമില്ല, എനിക്കറിയാം ഒന്നുമില്ല എന്ന്. പക്ഷെ കുത്തി പൊളിച്ചിട്ടിരിക്കാൻ പിന്നെ അത് മേടിക്കാനുള്ള കാശില്ല. അതുകൊണ്ട് ഞാൻ അലമാര സത്യം ഞാൻ പറയണ അലമാരി ലോക്കറിലൊക്കെ കത്തെഴുതി കത്തെഴുതി വെച്ചിട്ടില്ല. പക്ഷെ ഞാൻ ചാവിയെ കയ്യിൽ തന്നെ വെച്ചിരിക്കുകയാണ്. എല്ലാം അവിടെ തന്നെ വെച്ചിട്ടുണ്ട്. ഒന്നും പൊട്ടിച്ച് ചീത്തയാക്കരുത് മാത്രം, അതിന് വേണ്ടിയിട്ട്. ഓക്കെ, താങ്ക് യു സാർ. അടുത്ത ആഴ്ച വരുമ്പോഴത്തേക്കും കഥയൊക്കെ ആയിട്ട് പറയണം. അടുത്ത ആഴ്ച നമ്മൾ ഇങ്ങനെ തന്നെയായിരിക്കും പോകുന്നത്. എല്ലാവരും കഥയായിട്ട് പറയണം. ജോർജ് സാർ പെട്ടെന്ന് പറയും. താങ്ക് യു സാർ. ഒത്തിരി കഥകളുടെ ഒരു സമാഹാരം, നല്ല ഒരു സ്റ്റൈലാണ്. എന്താ പറയണ, ഒരു ചേഞ്ച് ആരാണ് ഇഷ്ടപ്പെടാത്തത്? മാറ്റ്നിഫ്രിയിലും ഈ വേദിയിലും അത് ആവശ്യമായിരിക്കുന്നു. ആ ഒരു പ്രകടന രീതി, അവതരണ രീതി ഒന്ന് മാറ്റിയത് അതൊരു പുതുമയാണ്. നന്നായിട്ടുണ്ട്. എല്ലാ കഥാപാത്രങ്ങളെയും അഭിനന്ദിക്കുന്നു. ഓരോ കഥയിലും ഒത്തിരി ഗുണപാഠങ്ങളുണ്ട്. ഈ മഴത്തുള്ളി യഥാർത്ഥത്തില് തെരഞ്ഞെടുക്കാൻ അവകാശമില്ല എന്നാ എനിക്ക് തോന്നുന്നത്. അത് കാറ്റിന്റെ ഗതി അനുസരിച്ച് പോയി, അത് വിധിയാണ് എന്നതുപോലെ. പക്ഷെ ഇവിടെ അതൊരു ആഗ്രഹം സഫലമായി എന്ന് ജോഷി സാറ് സമർത്ഥിച്ചു. അത് ശരിയാകട്ടെ. എല്ലാവരുടെയും ആഗ്രഹങ്ങൾ അങ്ങനെ പൂർത്തിയാകട്ടെ. അതൊരു ഭാഗ്യമാണ്. കാരണം നമുക്ക് ജന്മം കിട്ടിയത് നമ്മളൊരു ആഗ്രഹിച്ചിട്ടാണോ? അല്ല, അത് ഫലപ്രദമാണ്. ഈ കാറ്റിന്റെ ഗതിയിൽ എവിടെ ചെന്ന് തീരുന്നു അവിടെ തീരും. അതുപോലെ പലതും അവിടെ നിന്ന് നോക്കുമ്പോൾ ഉയരങ്ങളിൽ നിന്ന് വീക്ഷിക്കുമ്പോൾ ഈ പാപികളുടെ ഇടയിലേക്കാണല്ലോ, അല്ലെങ്കിൽ ഈ ദുഷ്ടന്മാരുടെ ഇടയിലേക്കാണല്ലോ വീഴേണ്ടതെന്ന് ഓർത്ത് മഴത്തുള്ളിക്ക് വേദനയുണ്ട്. പക്ഷെ എന്ത് ചെയ്യാൻ വെക്കും, അത് അനുഭവിച്ചേ പറ്റൂ. അതുപോലെ ആ കേണലിന്റെ പെണ്ണിനെ പ്രേമിച്ചവൻ സാമ്പത്തികമായി ദരിദ്രനായിരുന്നെങ്കിലും മനസ്സുകൊണ്ട് വളരെ വലിയവനായിരുന്നു. അവന് ആ നിയോഗം പൂർത്തീകരിക്കാൻ വേണ്ടി പ്രകൃതി സൗകര്യങ്ങൾ ഒരുക്കി കൊടുത്തു. വഴി ഏതായാലും അവനും അന്യായ മാർഗങ്ങളൊന്നും എടുത്തില്ല. പിന്നെ ആനയ്ക്ക് ആ പേരിലാണ് കാര്യം. ഞാൻ എല്ലാം ഒന്നും അത്ര കൃത്യമായിട്ടില്ല, എന്നാലും ഒന്ന് ഓർത്തോർത്ത് പറയുക. പേരിലാണ് കാര്യം. അത് വലിയ സത്യമാണ്. പേരിന്റെ അവസാനം വരുന്ന വാലാണ് പലപ്പോഴും കുറച്ചുകൂടി അതിനെ പ്രൊജക്റ്റ് ചെയ്ത് കാണിക്കുന്നത്. അത് ഇപ്പൊക്കെ വളരെ കുറഞ്ഞു തുടങ്ങിയെന്ന് തോന്നുന്നു. എന്നിരുന്നാലും ഇടയ്ക്കിടയ്ക്ക് ചില വിഭാഗങ്ങളിലെങ്കിലും അത് കൂടി വരുന്നു. പിന്നെ പ്രവാസി, പാവം പ്രവാസിയുടെ ഒരു കത്ത് ഭയങ്കരമായി പോയിട്ടോ. അതേതായാലും പറയാതെ വയ്യ. ആ ഭാവന. ഓക്കെ, ഒറ്റ സെക്കൻഡ്. ആ ഓപന മാമിനും കൂടെ ഒന്ന് പറഞ്ഞോട്ടെ, എന്നിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യണം. അതുകൊണ്ട് ക്ലാസ് ഉണ്ട്. ഓക്കെ സാർ, താങ്ക് യു. എല്ലാവർക്കും പ്രത്യേകം അഭിനന്ദനം. ഓപന മാം കൂടെ ജസ്റ്റ് ഒരു വാക്ക് പറഞ്ഞു, ഒരു മിനിറ്റ്. എല്ലാവരും പറഞ്ഞ അഭിപ്രായം തന്നെ എനിക്ക്. പിന്നെ ഒരു എന്തെങ്കിലും വേറിട്ടത് പറയണമെങ്കിൽ സാബു സാർ അവസാനം വെച്ച പാര, പിന്നെ ആ കള്ളനെ മറ്റേ വീട്ടിലോട്ട് പറഞ്ഞു വിട്ടതും അവിടെയുള്ള എന്തൊക്കെ ഉണ്ടെന്ന് സാറിന് അറിയാവുന്നതും ഒക്കെ എനിക്ക് ഭയങ്കര ഒരു വലിയ പാരയായിട്ടാണ് തോന്നിയത്. നമ്മുടെ വീട്ടിൽ വന്ന് എടുക്കാതിരിക്കാൻ വേണ്ടി മറ്റേ വീട്ടിലേക്ക് പറഞ്ഞു വിടുകയാണ് ശരിക്കും പറഞ്ഞാൽ. അത് ശരിയായ ഒരു പാരയായിരുന്നു. പിന്നെ അവിടെയൊക്കെ മുഴുവൻ അനധികൃതമായിരുന്നു, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. അതെ, എന്നാലും അതൊരു പാരയാണ്. ഓക്കെ, അപ്പൊ നമുക്ക് നിർത്താം. താങ്ക് യു. നാളെ അടുത്ത ആഴ്ച വരുമ്പോൾ നമ്മൾ കഥകളായിട്ട് ഇതുപോലെ തന്നെ വരിക. നല്ല സ്പോണ്ടേനിയസ് അടിപൊളി കഥകളായിട്ട് വരിക. നമുക്ക് ഇതുപോലെ തന്നെ പോകാം. അപ്പൊ ഇന്ന് 8:30 ഒരു ക്ലാസ് ഉണ്ട്, അതുകൊണ്ടാണ്. ഓക്കെ, താങ്ക് യു വൺസ് അഗൈൻ എല്ലാവർക്കും. പറയാത്തവര് നാളെ അടുത്ത ദിവസം പറയാം, അല്ലെങ്കിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഒന്ന് പോസ്റ്റ് ചെയ്യാം. ലാസ്റ്റിലുള്ള ഒരു വരി വേണമെങ്കിൽ പറഞ്ഞിട്ട് സാർ അനുവാദം തന്നല്ലേ? എനിക്ക് ടൈം ലേറ്റ് ആയി, 25 ആയി. സോറി. ഓക്കെ സാറ് കയ്യിൽ വിളിക്കണേ. ഓക്കെ, ഷുവർ.